നമസ്കാരം. മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ മകൾ വീണയുടെ സ്വത്തുക്കൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CMRL നിന്ന് വീണയ്ക്കും എക്സാലോജിക്കിനും ലഭിച്ച പണം എവിടെ നിക്ഷേപിച്ചു എന്ന് കണ്ടെത്തുകയാണ് അടുത്ത ലക്ഷ്യം. വീണയുടെ വിശദമായ ചോദ്യം ചെയ്യൽ ഉടനുണ്ടാകും. പക്ഷേ EDയുടെ അന്വേഷണ പരിധിയിൽ പ്രതിപക്ഷ നേതാവിന്റെ മകൾ മാത്രമാണോ ഉള്ളത്? CMRL നിന്ന് ഉന്നത രാഷ്ട്രീയ നേതാക്കൾ പലരും പണം കൈപ്പറ്റി എന്ന വിവരങ്ങളാണ് EDയുടെ കയ്യിലുള്ളത്. പുറത്തുവന്ന കർത്തയുടെ ഡയറിയിലെ വിവരങ്ങൾ തേടിപ്പോയാൽ അത് പലരിലേക്കും വിരൽ ചൂണ്ടും. പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡിൽ ഇന്നും മൗനം തുടരുകയാണ് മുഖ്യമന്ത്രി VD സതീശൻ. EDയുടേത് പ്രതിപക്ഷ നേതാക്കളെ ഉന്നമിട്ടുള്ള രാഷ്ട്രീയ വേട്ടയെന്ന് ഇന്ത്യ സഖ്യ നേതാക്കൾ ആവർത്തിക്കുമ്പോഴും നമ്മുടെ മുഖ്യമന്ത്രി പ്രതികരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എൻകൗണ്ടറിന് ഈ വിഷയം പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. CPIഎമ്മിൽ നിന്ന് ശ്രീ PK ഗോപൻ, കോൺഗ്രസിൽ നിന്ന് ശ്രീ ജിൻഡോ ജോൺ, ഒപ്പം തന്നെ BJPയിൽ നിന്ന് ശ്രീ ഷോൺ ജോർജ് എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉള്ളത്. ശ്രീ PK ഗോപൻ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധനകൾക്ക് എത്തിയപ്പോൾ തന്നെ കേരളം സമാനതകളില്ലാത്ത പ്രതിരോധം തീർത്തു. CPIഎം അതിൻ്റെ ഭാഗമായി ED സംഘം ആക്രമിക്കപ്പെട്ടു, അവരുടെ വാഹനങ്ങൾ എറിഞ്ഞു തകർത്തു. അതിൻ്റെ കേസ് മറ്റൊരു തരത്തിൽ നടക്കുന്നു. ഇന്ന് ഇപ്പോൾ 8-9 പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ ഇതുകൊണ്ട് തടഞ്ഞു നിർത്താൻ കഴിയുന്നതാണ് EDയുടെ പരിശോധനകൾ എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഞാനത് ചോദിക്കാൻ കാരണം, ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് വീണയുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ, നിക്ഷേപങ്ങൾ സംബന്ധിച്ച രേഖകൾ, ഇങ്ങനെ ഏതാണ്ട് 200-ലധികം രേഖകൾ കഴിഞ്ഞ ദിവസത്തെ 12 ഇടങ്ങളിലായി നടന്ന റെയ്ഡിൽ കണ്ടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത ഘട്ടത്തിലെ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയാണെന്നും ഏത് സേവനത്തിനാണ് 2.78 കോടി രൂപ വീണ വിജയൻ്റെ എക്സാലോജിക് എന്ന സോഫ്റ്റ്വെയർ കമ്പനിക്ക്, IT കമ്പനിക്ക് ലഭിച്ചത് എന്ന കാര്യത്തിൽ ഇതുവരെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ വ്യക്തതയില്ല എന്നും അതുകൊണ്ട് തുടർ ചോദ്യം ചെയ്യലുകൾ വേണ്ടിവരും എന്നുമൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇതിനെയും പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയും, ഇതിനെയും തെരുവിൽ നേരിടാൻ കഴിയും എന്നാണോ CPIഎം കരുതുന്നത്? ശ്രീ PK ഗോപൻ. ശ്രീ ഗോപികൃഷ്ണൻ, ഈ കേസ് തെരുവിൽ നേരിടുക എന്നുള്ളതല്ല. അത് ഇന്നലെ കേരളത്തിൽ ഈ കേസിൽ പ്രതിയല്ലാത്ത മുൻ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെ 7-8 മണിക്കൂർ തടഞ്ഞു വെച്ച് അദ്ദേഹത്തിന് പുറംലോകവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് അതേ സമയത്ത് തന്നെ മുൻ മന്ത്രിയുടെയും മറ്റ് 7-8 കേന്ദ്രങ്ങളിലും 10-12ഓളം കേന്ദ്രങ്ങളിൽ ED വളരെ ആസൂത്രണം ചെയ്ത് ഒരു പുലർച്ചെ ഇറങ്ങി നടത്തിയിട്ടുള്ള റെയ്ഡിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മുൻ മുഖ്യമന്ത്രിയെ സ്നേഹിക്കുന്ന ജനങ്ങൾ വലിയ തോതിൽ അദ്ദേഹത്തിൻ്റെ വസതിക്ക് മുമ്പിലും അതുപോലെ മറ്റു പലയിടത്തും തടിച്ചുകൂടിയതും പ്രതിഷേധിച്ചതും. സ്വാഭാവികമായിട്ട് ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അറസ്റ്റാണ് നടക്കുന്നത്. നടക്കട്ടെ, അതിൽ തർക്കമില്ല. എന്നാൽ ഇത് നിയമപരമായിട്ട് ഈ പ്രശ്നത്തിൽ യാതൊരു തരത്തിലുള്ള കേസും നിലനിൽക്കത്തതുമില്ല. ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു കാര്യമാണെന്ന് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. കാരണം പിണറായി വിജയൻ ഈ കേസിൽ പ്രതിയല്ല. പിണറായി വിജയനെ കേസിൽ പ്രതിയാക്കി ആരും കോടതിയിൽ പോയിട്ടുമില്ല. പിണറായി വിജയൻ്റെ മകളാണ് ഈ കേസിൽ ഒരു കക്ഷി. പക്ഷേ പിണറായി വിജയൻ്റെ മകൾക്കെതിരായിട്ട് കോടതിയിൽ ഒരു പ്രശ്നം നിലനിൽക്കുന്നില്ല. പിണറായി വിജയൻ്റെ മകൾ നിയമവിരുദ്ധമായി 10 പൈസ കൈപ്പറ്റിയിട്ടില്ല. പിണറായി വിജയൻ്റെ മകൾ വീണ എക്സാലോജിക് കമ്പനിയും CMLR കമ്പനിയും തമ്മിലുള്ള ഒരു കരാറിൻ്റെ ഭാഗമായി അവർ നിയമാനുസൃതം കൈപ്പറ്റിയ പൈസയാണ് 1,72,00,000 രൂപ. ഇതെല്ലാം പച്ചയായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം ഈ പണത്തെ സംബന്ധിച്ച് ആദ്യ ആക്ഷേപം ഉണ്ടായപ്പോൾ അവർ ടാക്സ് അടച്ചിട്ടുണ്ടോ, GST അടച്ചിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള ആക്ഷേപങ്ങളാണ് കോൺഗ്രസിൻ്റെ ചില MLA-മാരും രാഷ്ട്രീയ നേതൃത്വം ഉന്നയിച്ചത്. അത് കൃത്യമായിട്ട് പുറത്തു വന്നു. പിണറായി വിജയൻ്റെ മകൾ CMLR കമ്പനിയുമായിട്ട് അവരുടെ കാര്യങ്ങളിൽ സോഫ്റ്റ്വെയർ കമ്പനി എന്നുള്ള തരത്തിൽ അതിൻ്റെ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റാണ് ഒപ്പിട്ടുള്ളത്. കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളും അത്തരം ഉപകരണങ്ങൾക്ക് AMC എടുക്കും. ആ AMC കരാറാണ് ഒപ്പിട്ടത്. അതിൽ വീണ വിജയൻ്റെ കമ്പനിക്കെതിരെ CMLR എന്ന കമ്പനിക്ക് പരാതിയില്ല. ഞങ്ങൾക്ക് സേവനം നൽകിയിട്ടില്ല, ഞങ്ങളുടെ പണം മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന പരാതി അവർക്കില്ല. അവരെ സംബന്ധിച്ച് പരാതിയില്ല. പണം കൈപ്പറ്റിയിട്ടുള്ളത് ലീഗലായിട്ടാണ്. 1,72,00,000 രൂപയും ടാക്സ് അടച്ച പണമാണ്. സുപ്രീം കോടതി വേർഡിക്റ്റ് തന്നെ നിലനിൽക്കുന്നുണ്ട്.
ടാക്സ് അടച്ച് നിയമാനുസൃതമായി കൈപ്പറ്റിയ പണത്തെ കള്ളപ്പണത്തിൻ്റെ പരിധിയിൽ വരില്ല. അപ്പോൾ വീണ തൈക്കണ്ടിക്കൽക്കെതിരായിട്ട് ഒരു കേസ് യഥാർത്ഥത്തിലില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ഇല്ലാതിരിക്കും അവർക്കൊരു നോട്ടീസ് കൊടുത്താൽ അവരുടെ വീട്ടിൽ നിന്ന് എടുത്ത കാര്യം എന്തൊക്കെയാണ്? ഫോൺ എടുത്തു, ജനുവരി രേഖകൾ ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് 1,72,00,000 കണക്ക്. അതിനുശേഷം വീണ്ടും പണം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതിലെ പ്രശ്നം ഏത് സേവനത്തിനാണ്? ഇപ്പോൾ താങ്കൾ പറഞ്ഞത് ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന നിലയിൽ, AMC എന്ന നിലയിലാണ് ഈ പണം കൈപ്പറ്റിയിരിക്കുന്നതെന്നാണ്. എന്ത് സേവനമാണ് നടത്തിയത് എന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റോ ഏതെങ്കിലും തരത്തിലുള്ളൊരു മെയിൽ കമ്മ്യൂണിക്കേഷൻ്റെ രേഖകളോ അതല്ലെങ്കിൽ ഈ കമ്പനിയുമായി നടത്തിയിട്ടുള്ള ഏതെങ്കിലും ആശയവിനിമയത്തിൻ്റെ തെളിവുകളോ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണല്ലോ ഈ കേസിൽ വീണയ്ക്ക് കുരുക്കായി മാറിയിരിക്കുന്നത്. ഇനി വീണയെ ചോദ്യം ചെയ്യുകയും മൊഴിയെടുക്കുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന കേന്ദ്ര ഏജൻസി. പക്ഷേ തൃപ്തികരമായ രീതിയിൽ ഈ സേവനം സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇതിലെ ആക്ഷേപം. ഇനി ഈ PMRL ഇട്ട് ഈ കേസ് പരിശോധിക്കാൻ കഴിയില്ല, ED പോലൊരു ഏജൻസിക്ക് കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് CMRL അല്ലെങ്കിൽ കർത്ത കോടതിയെ സമീപിച്ചത്. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഈ ഇടപാടുകളിലെ ദുരൂഹത സംബന്ധിച്ച കാര്യങ്ങളിൽ അന്വേഷണമാകാം EDക്ക് എന്നാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ തെരുവിൽ തടഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ? നിയമവഴിയിലേക്ക് പോവുകയും ആ കാര്യങ്ങൾ ആ ഏജൻസിയുടെ അന്വേഷണങ്ങൾക്കും പരിശോധനകളോടും സഹകരിക്കുകയുമല്ലേ ചെയ്യേണ്ടത്? ശ്രീ PK ഗോപൻ, ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെക്കുക, അവരുടെ വാഹനങ്ങൾ ആക്രമിക്കുക, പിന്നെ വലിയ ആൾക്കൂട്ടത്തെ നിരത്തി തെരുവിൽ നേരിടുക, ഇതാണോ CPM പോലൊരു സംഘടന ചെയ്യേണ്ടത്? ശ്രീ ഗോപികൃഷ്ണ, രാഷ്ട്രീയമായ ആരോപണത്തെ രാഷ്ട്രീയമായി തന്നെ നേരിടും. വീണ തൈക്കണ്ടിയിൽ സേവനം ചെയ്തില്ല എന്ന് CMLR കമ്പനിക്ക് പരാതിയുണ്ടോ? അങ്ങനൊരു പരാതിയില്ല. ഞാൻ 24-ൽ നിന്ന് ഒരു കരാർ ഏറ്റെടുക്കുന്നു. ഞാൻ ആ കരാറിൽ ഏതെങ്കിലും തരത്തിൽ എൻ്റെ കരാറുമായി ബന്ധപ്പെട്ട് സേവനം കിട്ടിയിട്ടില്ലെന്ന് പറയേണ്ടത് ഒന്നുകിൽ SKN അല്ലെങ്കിൽ ഗോപികൃഷ്ണനെ പോലുള്ളവരാ. നിങ്ങൾ രണ്ടുപേരും പറയുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് പറയുന്നില്ല. മറ്റ് മൂന്നാമതൊരാൾ പറയാം നിങ്ങൾക്ക് സേവനം കിട്ടിയിട്ടില്ല എന്ന്. അത് റിലവൻ്റ് അല്ല, നിലനിൽക്കില്ല. ഇത് വസ്തുതയാണ്. എന്തിനൊക്കെ ദുരൂഹത ഉണ്ടാക്കുന്നതിനകത്ത്? CMRL ഒരു സ്വകാര്യ സ്ഥാപനമല്ല, പ്രസക്തിയില്ല. ഇത് വസ്തുതയാണ്. PK ഗോപൻ, CMRL ഒരു സ്വകാര്യ സ്ഥാപനമല്ല. ആയിക്കൊള്ളട്ടെ. അതുകൊണ്ട് അപ്പോൾ എക്സാലോജിക്ക് വേറെ ഏതെങ്കിലും ഒരു കമ്പനിയുമായി ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയതായോ? അതായത് എക്സാലോജിക്കിന്റെ പ്രധാന വരുമാന സ്രോതസ് എന്ന് പറയുന്നത് CMRL ആണ്. അവിടെ നിന്ന് വന്ന പണത്തിന്റെ കാര്യമാണ് കിടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഔദ്യോഗിക രേഖകളോ ഔദ്യോഗിക ആശയവിനിമയം സംബന്ധിച്ച തെളിവുകളോ ഹാജരാക്കാൻ കഴിഞ്ഞില്ലേ എന്നതല്ല ഈ കേസിന്റെ ക്രക്സ്. ഇനി താങ്കൾ പറഞ്ഞതുപോലെ ശരി, നിയമാനുസരണമാണ് എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളതെങ്കിൽ അത് പരിശോധിക്കാനാണല്ലോ ഒരു ഏജൻസി ഉള്ളത്. അവരെ പരിശോധിക്കാനും നിയമവഴിയിൽ പോയി അതിനെ നേരിടുകയുമല്ലേ ചെയ്യേണ്ടത്? അത് പരിശോധിച്ച് ഹൈക്കോടതി തീർപ്പ് കൽപ്പിച്ചതാണ്. അതായത് മാത്യു കൊളനാടൻ കൊണ്ടുപോയ കേസിൽ ആ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കപ്പെട്ടു. അത് സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി പറഞ്ഞത് കിടപ്പുണ്ടല്ലോ നമ്മുടെ എല്ലാം മുമ്പിൽ, ഇറങ്ങിപ്പോകുന്നോ അതോ 10 ലക്ഷം രൂപ പിഴ അടക്കണമെന്നാണ് ചോദിച്ചത്. വീണ ജോർജിനെതിരായിട്ടുള്ള കേസുമായിട്ട് പോയപ്പോൾ മാത്യു കൊളനാടൻ MLA സുപ്രീം കോടതി ചോദിച്ചത്, രാഷ്ട്രീയ നേതൃത്വമല്ല ചോദിച്ചത്, നിങ്ങൾ കോടതിയെ കളിയാക്കാനും കോടതിയുടെ സമയം കളയാനാണോ വന്നെന്ന് ചോദിച്ചത്. ആ കേസിൽ തീർപ്പ് കൽപ്പിച്ചതാണ്. അത് നിയമപരമായിട്ട് പണം കൈപ്പറ്റിയോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ഇതിനകത്ത് ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇനി ഇതുമല്ല പ്രശ്നം ശ്രീ ഗോപികൃഷ്ണ. ഇതിനകത്തെ വിഷയം എന്താ? ആദായ നികുതി വകുപ്പാണല്ലോ CMLR റെയ്ഡ് ചെയ്തത്, അല്ലെങ്കിൽ അവരാണല്ലോ പരിശോധിക്കാൻ ചെന്നേ. അപ്പോഴാണല്ലോ 170 കോടി രൂപയുടെ അധിക ചെലവുകൾ അവർ കാണിച്ചതായിട്ട് കണക്കാക്കുന്നു. ഇതാണല്ലോ പ്രശ്നം. അപ്പോൾ അവർ നികുതി അടച്ചിട്ടില്ല. ആ നികുതിയുടെ സെറ്റിൽമെൻറ്റ് ഉണ്ടാകുന്നു. 30% നികുതി അടച്ച് സെറ്റിൽമെൻറ്റ് പൂർത്തിയാക്കാൻ പറയുന്നു. അങ്ങനെ പൂർത്തിയാക്കാൻ പറയുമ്പോഴാണ് വേറെ ചില കാര്യങ്ങൾ പുറത്തു വരുന്നത്. അവർ രാഷ്ട്രീയക്കാർക്ക് പണം കൊടുത്തിട്ടുണ്ട്, ആരാധനാലയങ്ങൾക്ക് പണം കൊടുത്തിട്ടുണ്ട്, മാധ്യമങ്ങൾക്ക് പണം കൊടുത്തിട്ടുണ്ട്. ഈ 3 ഏജൻസികൾക്ക് അവർ പണം കൊടുത്തിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയക്കാരുടെ ചില ചുരുക്കപ്പേരുകൾ വന്നു. OC, PV, KK, RC. ഇതിൽ PV എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അങ്ങനെ അറിയപ്പെടുന്ന 2-3 രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് പിണറായി വിജയൻ പറയാം. പിണറായി വിജയൻ നിഷേധിച്ചു, തെളിവ് സമർപ്പിച്ച് അദ്ദേഹം കുറ്റവാളിയാണെങ്കിൽ എടുക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ PV Anwar ഉണ്ട്, ആരും ആക്ഷേപിക്കുന്നില്ല. RC സമ്മതിച്ചു, രമേശ് ചെന്നിത്തല സമ്മതിച്ചു, ഞങ്ങൾ സംഭാവന വാങ്ങിച്ചു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു ഞങ്ങൾ സംഭാവന വാങ്ങിച്ചു. സംഭാവന വാങ്ങിക്കുമ്പോൾ 20,000 രൂപയിൽ കൂടുതലാണെങ്കിൽ അത് ബാങ്ക് ത്രൂവേ വാങ്ങിക്കാൻ പറ്റൂ. അപ്പോൾ അത് നിയമവിരുദ്ധമാണ്.
അപ്പോൾ നിയമവിരുദ്ധമായി സംഭാവന വാങ്ങിച്ചതിൽ കേസില്ല. നിയമപരമായി ചെയ്തു കൊടുത്ത സേവനത്തിന് പണം വാങ്ങിച്ചതാണ് ആക്ഷേപം. ഇതാണ് ഇരട്ടത്താപ്പ്. ഇതാണ് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഇവരെ പരിഹാസ്യമായി പോകുന്നതിൻ്റെ കാരണം. അതാ, രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ സംഭാവന വാങ്ങിക്കാം. ഈ സംഭാവന അനധികൃതമായ സംഭാവന വാങ്ങിച്ചതിൻ്റെ പേരിലല്ലേ ആക്ഷേപം ഉണ്ടാവേണ്ടത്? ED പോകേണ്ടത് അവിടെ അല്ലേ? എന്നാൽ നിയമപരമായി പറ്റിയ പൈസ ഇവിടെ 1,72,00,000 രൂപയ്ക്ക് ഏതെങ്കിലും തരത്തിൽ അത് അധികമായ തുകയാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടത് അതിൻ്റെ ഏജൻസികളാണ്. ഈ CMLRന്റെ ആഡിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ കേസല്ല നിലനിൽക്കുന്നത് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. ഇത് ഉദ്ദേശിക്കുന്നതല്ല പിണറായി വിജയനെ തുടക്കത്തിൽ തന്നെ ഞാൻ ചോദിച്ചത്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഇത് പിണറായി വിജയനെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്ന് നിങ്ങൾ പറയുമ്പോൾ ED ഇനിയും പരിശോധനയ്ക്കും അന്വേഷണത്തിന് വന്നാൽ നിങ്ങൾ തടയുമെന്നാണോ? അത് പറഞ്ഞാൽ എനിക്ക് അടുത്ത ആളിലേക്ക് പോകാം. അന്നല്ലല്ലോ, ഞങ്ങൾ തടഞ്ഞില്ലല്ലോ. അല്ല ഓവിഷ, അങ്ങയുടെ ചോദ്യം വളരെ കൃത്യമാണ്. ഞങ്ങൾ ഈ 12 കേന്ദ്രത്തിലും തടഞ്ഞില്ല. ഇപ്പോൾ മുഹമ്മദ് റിയാസിന്റെ വീട്ടിൽ മുഹമ്മദ് റിയാസ് ഇല്ല. ആരെയാ തടഞ്ഞു വെച്ചവർ? അദ്ദേഹത്തിന്റെ വൃദ്ധരായ മാതാപിതാക്കളെ, അദ്ദേഹത്തിന്റെ വീട്ടിലെ കുട്ടികളെ തടഞ്ഞു വെച്ചത്. പിണറായി വിജയന്റെ വീട്ടിൽ തടഞ്ഞു വെച്ച ആരെയാ? ഈ കേസിൽ പ്രതിയല്ലാത്ത പിണറായി വിജയന്റെ ചെറുകുട്ടികളെ, അവരെയാണ് തടഞ്ഞു വെച്ചത്. അവരെ തടഞ്ഞു വെച്ചപ്പോൾ ഞങ്ങൾ അകത്ത് കയറിയോ? അവിടെ കുറച്ച് പോലീസുകാരിൽ വന്നവരാരെങ്കിലും അകത്ത് കയറിയോ? ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ ഞാൻ പറഞ്ഞു തീർക്കട്ടെ, അപ്പൊ മനസ്സിലാവും. ഗോപികൃഷ്ണൻ, ഞാൻ പറഞ്ഞു തീരട്ടെ. അതായത് ആരും ഈ 12 കേന്ദ്രങ്ങളിലും അകത്ത് കയറിയില്ല. ആ ജനങ്ങൾ നല്ലതുപോലെ കൂടിയ ജനങ്ങളെല്ലാം CPMന്റെ നേതാക്കന്മാർ മാത്രമല്ല. ഇപ്പൊ നിങ്ങൾ കണ്ണൂരിൽ പിണറായി വീട്ടിൽ, കൂത്തുപറമ്പ് വീട്ടിൽ റെയ്ഡ് നടത്തി. ആ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോൾ അവിടെ വന്ന് നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചതെല്ലാം ദിനേശ് പേടിയിലെ പഴയ തൊഴിലാളികളും ചെത്തൊഴിലാളികളും ഒക്കെയാ. കാരണം അവരൊക്കെ എടുത്തുകൊണ്ട് നടന്നതായി പിണറായി വിജയൻ, അല്ലെങ്കിൽ അവരൊക്കെ ചേർത്ത് പിടിച്ചതായി പിണറായി വിജയൻ. ഈ ദിനേശ് പീഡിയിലെ തൊഴിലാളികളും ചെത്തു തൊഴിലാളികളും നെയ്ത്ത് തൊഴിലാളികളും ഒക്കെ ചേർത്ത് പിടിച്ചെടുത്ത ഒരാളാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയന്റെ വീട്ടിൽ ഇങ്ങനെ കുറച്ച് ആളുകൾ ചെല്ലുമ്പോൾ അവരവിടെ കൂടി, അവർ പ്രതിഷേധിച്ചു. ഇതൊക്കെ ശരിയാണ്. പക്ഷേ തിരുവനന്തപുരത്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മുൻ മുഖ്യമന്ത്രി വീട്ടിൽ 8-10 മണിക്കൂർ അദ്ദേഹത്തിന് വെള്ളം കൊടുക്കാതെ അദ്ദേഹത്തെ തടഞ്ഞു വെച്ച് ഈ പണിയെല്ലാം കാണിച്ചിട്ട് പുറത്തേക്ക് വരുമ്പോൾ അവരെ സുരക്ഷിതമായി വിടാനുള്ള ഉത്തരവാദിത്വം കേരള പോലീസ് ഏറ്റെടുക്കണം, അല്ലെങ്കിൽ കേന്ദ്രസേന ഏറ്റെടുക്കണം. അവിടെ ജനങ്ങൾ പ്രതിഷേധിച്ചു. ശരിയാണ്, CPMന്റെ ഏത് പ്രവർത്തകരുണ്ടെങ്കിലും അങ്ങനെ ചെയ്തുകൂടാത്തതാ. ഞങ്ങൾ ED വന്നാൽ തടയത്തൊന്നുമില്ല കേട്ടോ. അങ്ങയുടെ ചോദ്യം കൃത്യമായിട്ട് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നു. ഞങ്ങൾ EDയോ കേന്ദ്ര ഏജൻസിയോ ഒരു ഏജൻസിയോ ഞങ്ങൾ തടയത്തില്ല. അതിന്റെ പേരിൽ ഞങ്ങളെ തടഞ്ഞു വെച്ച് BJP കൊണ്ടുപോകാമെന്ന് BJP വിചാരിക്കുകയും വേണ്ട. കോൺഗ്രസ് നേതാക്കന്മാരെ കിട്ടും, അതിന് സുവേന്ദു അധികാരിയെ കിട്ടും. ഞാൻ കേട്ടു ശ്രീ ഷോൺ ജോർജ്. അതായത് ഈ കേസിൽ ഇനി ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ കേസാണ്. ഇതിൽ മുഖ്യമന്ത്രി ആയിരുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളെ ഇതിൽ കുടുക്കി പിണറായിയെ ലക്ഷ്യമിട്ട് ED ഉപയോഗിച്ച് നടത്തുന്ന BJPയുടെ രാഷ്ട്രീയ നീക്കമാണ്. ഇതാണ് CPMന്റെ നേരത്തെ മുതൽ തന്നെയുള്ള പൊളിറ്റിക്കൽ സ്റ്റാൻഡ്, ലെഫ്റ്റ് പാർട്ടീസിന്റെ. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ കേസിന്റെ മെറിറ്റിലേക്ക് പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒന്നും തെളിയാനില്ല, എല്ലാ കാര്യങ്ങളും സുതാര്യമായി നടന്ന കാര്യങ്ങളാണ്. രണ്ട് കമ്പനികൾ തമ്മിൽ ഉണ്ടാക്കിയ കരാർ അനുസരിച്ച് സേവനം നൽകുന്നു, അതിനുശേഷം ആ പണം കൈപ്പറ്റുന്നു, അതിൻ്റെ രേഖകളുണ്ട്, അതിന് നികുതി അടച്ചതിൻ്റെ തെളിവുകളുണ്ട്. ഇനി ഇതെങ്ങനെയാണ് കള്ളക്കണക്കായി മാറുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അതിന് ഭാഗമായി അദ്ദേഹം മാത്യു കുഴൽനാടൻ നൽകിയ കേസിന് എന്ത് സംഭവിച്ചു എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇതോടുകൂടി പ്രശ്നം അവസാനിച്ചോ ശ്രീ ഷോൺ ജോർജ്? ആദ്യമായിട്ട് ഞാൻ പറഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും അധികം ആസ്വദിച്ചൊരു ട്രോൾ എന്ന് പറയുന്നത് CPM തോറ്റത് യാഥാർത്ഥ്യമാണ്, പക്ഷേ ഇനി ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവർ പരാജയപ്പെട്ടു എന്ന് അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും അധികം ആസ്വദിച്ചൊരു ട്രോളാണ്. തോൽവിയാണ്. ഇപ്പം ഞാനും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങിയ ഒരാളാണ്. അപ്പോൾ തോറ്റ് കഴിഞ്ഞപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായി ഞാൻ തോറ്റെന്ന്. പക്ഷേ ഇപ്പോഴും CPMന് അത് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഇത് കഴിഞ്ഞ 2 വർഷക്കാലമായി കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് ബോധ്യമായ ഒരു കാര്യം, വീണ വിജയൻ സേവനമൊന്നും നൽകാതെയാണ് ആ കമ്പനിയിൽ നിന്നും പണം കൈപ്പറ്റിയെന്ന് സഖാക്കൾ ഒഴികെ സഖാക്കൾക്കും ബോധ്യപ്പെട്ടു. അതാണല്ലോ കണ്ണൂർ പോലെയുള്ള കോട്ടകൾ, CPM കോട്ടകൾ തകർത്ത് ആ വോട്ടുകൾ മറ്റു മുന്നണികളിലേക്ക് ഒഴുകിയ സാഹചര്യം ഉണ്ടായത്. പക്ഷേ അത് ഇപ്പോഴും സഖാക്കൾക്ക് മനസ്സിലായിട്ടില്ല. അവിടെ CPMൻ്റെ ഇപ്പോഴും ഞാൻ കൃത്യമായി പറയുന്നു, പിണറായി വിജയൻ്റെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് CPM മാറി. നല്ല സഖാക്കൾ ആരും എവിടെയും പ്രതിഷേധിക്കാൻ പോയിട്ടില്ല.
പ്രതിഷേധിക്കാൻ പോയവരൊക്കെ നല്ല ക്രിമിനൽസാണ്. അദ്ദേഹം പറഞ്ഞു കുറച്ച് പ്രവർത്തകർ അവിടെ പ്രതിഷേധിച്ചു. പ്രവർത്തകരല്ല, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി മുതൽ ജില്ലാ സെക്രട്ടറി മുതൽ MLA-മാർ മുതൽ MP-മാർ വരെ നേതൃത്വത്തിലാണ് ഈ പ്രതിരോധം തീർത്തതും ഈ അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തതും. എന്തിന്? ഈ വിഷയത്തിൽ വളരെ കൃത്യമായി തന്നെ പറയാം, കലാപാഹ്വാനമാണ് ED-യുടെ റെയ്ഡിന് ശേഷം മുഖ്യമന്ത്രി പുറത്തിറങ്ങിയെന്ന് പറഞ്ഞത്. ഇതിനു മുമ്പ് അദ്ദേഹം കലാപാഹ്വാനം നടത്തി ഓർക്കുന്നുണ്ടോ? രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരിൽ ഇത് രക്ഷാപ്രവർത്തനമാണ്. അത് കേരളത്തിലുടനീളം തുടരണമെന്ന് DYFIയോട് ആഹ്വാനം ചെയ്തു പിണറായി വിജയൻ. അതുപോലെ തന്നെ ഇന്നലെ പറഞ്ഞു, നമ്മൾ ഒരുമിച്ച് പ്രതിരോധിക്കല്ലേ, അതായത് ഇനി ED വന്നാൽ നമ്മൾ ഒരുമിച്ച് പ്രതിരോധിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. അതിനുശേഷം ഇന്നലെ കേരളത്തിലുടനീളം പ്രതിഷേധ പ്രകടനങ്ങളും വലിയ സംഘർഷാവസ്ഥയും പല സ്ഥലങ്ങളിലും സൃഷ്ടിക്കപ്പെട്ടു. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇന്നലെ പിണറായി വിജയൻ്റെ പ്രസ്താവനയ്ക്ക് കലാപ ആഹ്വാനത്തിന് കേരള പോലീസിന് തൻ്റെ ഇടമുണ്ടെങ്കിൽ കലാപാഹ്വാനത്തിന് കേസെടുക്കണം. അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനത്തിന് ശേഷമാണ് പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങളും മാർച്ചുകളും പല അക്രമ സംഭവങ്ങളും ഉണ്ടായത്. അപ്പോൾ കലാപാഹ്വാനത്തിന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കേസെടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ കേസിനെ കുറിച്ച് പറയാം. അദ്ദേഹം പറഞ്ഞു CMR കമ്പനിക്ക് പരാതിയില്ല, അതുപോലെ വീണ വിജയന് പരാതിയില്ല, പിന്നെ പരാതിക്കാർക്ക് എന്ത് പരാതി? എനിക്ക് പരാതിയുണ്ട്, പക്ഷേ ഞാൻ ഇത് ഇന്നലെയും പറഞ്ഞു, കഴിഞ്ഞ ഒരു കൊല്ലക്കാലമായി പറയാണ്. അത് ഇപ്പോൾ ഇവിടെ ഗോപികൃഷ്ണൻ സൂചിപ്പിച്ച പോലെ അത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. അത് തൈക്കണ്ടിയിലെ തറവാട് സ്വത്തല്ല, അത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും പുറത്തു പോകുന്ന ഓരോ രൂപയ്ക്കും വളരെ കൃത്യമായി അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനായിട്ട് ആ കമ്പനി ഉത്തരവാദിത്വം പറയണം. നമ്മുടെ കേസ് എന്താണ്? കമ്പനിയും വീണ തൈക്കണ്ടിയും ഉൾപ്പെടെ നിരവധി ആളുകൾ ചേർന്ന് ആ കമ്പനിയിൽ നിന്നും 172 കോടി രൂപ അനധികൃതമായി മാറ്റിയിരിക്കുന്നു. അതിൽ 1.72 ആയിരുന്നു. ED-യുടെ അന്വേഷണ പ്രകാരം 2,78,00,000 രൂപ മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയൻ്റെ കമ്പനി പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള സേവനങ്ങളും നൽകാതെ കൈപ്പറ്റിയിരിക്കുന്നു. അതാണ് ഇവിടുത്തെ കേസ്. ആ കേസ് കൊടുത്തത് ആ കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡറായ ആ കമ്പനിയുടെ ലാഭവിഹിതത്തിൽ 1 രൂപയെങ്കിൽ 1 രൂപയ്ക്ക് ലാഭവിഹിതത്തിന് അർഹതയുള്ള, എനിക്ക് 2 ഷെയറേ ഉള്ളൂ, 250 രൂപയുടെ 2 ഷെയറേ ഉള്ളൂ, ആ 2 ഷെയർ എന്ന നിലയിലും എനിക്കും അവകാശമുള്ള, എനിക്ക് മാത്രമല്ല സഖാവേ, എനിക്ക് ഈ സംസ്ഥാനത്ത് KSIDC കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഈ സംസ്ഥാനത്തിൻ്റെ ഒരു സ്ഥാപനത്തിന് 13.4% ഷെയറുള്ള ഈ സംസ്ഥാനത്തെ ഓരോ പൗരനും നിങ്ങളെ ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട്. ഓരോ പൗരനും ഈ വിഷയത്തിൽ പരാതി കൊടുക്കാൻ അവകാശമുണ്ട്. ഈ സംസ്ഥാനത്തെ ഓരോ പൗരനും ഈ കേസുമായി മുമ്പോട്ട് പോകാൻ അവകാശമുണ്ട്. അത് തറവാട് സ്വത്തല്ല ആ സ്ഥാപനം. ആ സ്ഥാപനത്തിൽ മേൽ ഇനി കേസ് ഇത് രാഷ്ട്രീയ പ്രേരിതമാണോ? അതും പറയാം. അല്ല, അതിനിടയ്ക്ക് ഒരു കാര്യം ശ്രീ ഷോൺ ജോർജ്, അതായത് അദ്ദേഹം പറഞ്ഞത് ഇതൊരു ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന നിലയിൽ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ പണം കൈപ്പറ്റിയിട്ടുള്ളത് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു വാദം. ഒരു AMC കരാറാണ് ഉണ്ടായിരുന്നത് എന്നാണ്. 2021 വരെ അവിടെ വീണ വിജയൻ്റെ കമ്പനി സ്റ്റാഫ്, അവരുടെ മെൻറ്റർ എന്ന നിലയിൽ പോലും അദ്ദേഹം വിശേഷിപ്പിക്കട്ട വിവാദ നായകരുൾപ്പെടെ മൊഴി SFIO രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, CMR-ൻ്റെ ഫിനാൻസ് ഓഫീസറും അവരുടെ സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരും മുഴുവൻ പേരുടെ മൊഴി, രേഖപ്പെടുത്തിയ മൊഴി കയ്യിലുണ്ട്, വേണേൽ കാണിച്ചു തരാം. ആ മൊഴികളിൽ മുഴുവൻ വളരെ കൃത്യമായി യാതൊരു സേവനങ്ങളും വീണ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്ക് ആ കമ്പനിക്ക് നൽകിയിട്ടില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അവരുടെ CMR-ലെ ഉദ്യോഗസ്ഥർ മാത്രമല്ല, വീണയുടെ അതായത് എക്സാലോജി കമ്പനിയുടെ ഉദ്യോഗസ്ഥരും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം പോട്ടെ, ഈ CMR കമ്പനിയുടെ ഉടമസ്ഥരുടെ പേരിലുള്ള NBFC നോൺ ഫിനാൻസ് കോർപ്പറേഷൻ 56 ലക്ഷം രൂപ കൈപ്പറ്റിയത് അത് ഏത് ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റാണ്? അതിന് കരാറ് വല്ലതും ഉണ്ടോ സഖാവിന് കാണിക്കാൻ? ഇത് കൃത്യമായി ആ കമ്പനി ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്താണ്? CMR-ൽ അവർ കേരളത്തിൻ്റെ തീരദേശത്തെ കരിമണൽ ഖനനം ചെയ്യുന്ന, ആ കരിമണലിൽ നിന്നും തോറിയം ഉൾപ്പെടെ ഇലുമിനേറ്റ് ഉൾപ്പെടെ ഖനനം ചെയ്തെടുത്ത് അത് വേർതിരിച്ചെടുക്കുന്നൊരു കമ്പനിയാണ്. അവരുടെ റോ മെറ്റീരിയൽ എന്താണ്? കരിമണലാണ്. ആ കരിമണൽ ആകാശത്ത് നിന്ന് പൊട്ടി വീഴില്ല, കേരളത്തിൻ്റെ തീരദേശത്ത് നിന്ന് അവരെടുക്കണം. അത് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായി അവർക്ക് ആ കമ്പനി മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ നാട് ഭരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന് കാശ് കൊടുത്തല്ലാതെ പറ്റില്ല. അതിനുവേണ്ടി മുഖ്യമന്ത്രിയെ
പണം കൊടുത്ത് വാങ്ങിയതാണ് ഈ അഴിമതിക്ക് കാരണം. പിന്നെ നിങ്ങൾ പറയുന്ന 2.78 എന്ന് പറയുന്നത് അക്കൗണ്ടിൽ വാങ്ങിയ പണമാണ്. അക്കൗണ്ടിൽ അല്ലാത്ത പണം എത്രയുണ്ടെന്നുള്ളത് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ രേഖകൾ പുറത്തു വരുമ്പോൾ പൊതുസമൂഹത്തിന് മനസ്സിലാവും. ശരി, ഞാൻ വരാം. ശ്രീ ജിൻഡോ ജോൺ, ഈ സംഭവങ്ങളൊക്കെ നടന്നു. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ED പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിലെത്തി, അത് 12 ഇടങ്ങളിൽ പരിശോധന നടത്തി. അപ്പോൾ ED എന്തിനാണ് ഇങ്ങനെ വന്ന് പരിശോധിക്കേണ്ടത്? EDയുടെ ഇത്തരം നീക്കങ്ങളോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നൊരു പ്രതികരണം ഇന്ന് ദേവസ്വം മന്ത്രി, ആരോഗ്യമന്ത്രി കെ മുരളീധരൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 7-8 തവണ മുഖ്യമന്ത്രി VD സതീശനോട് ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിന് വേണ്ടി ശ്രമിച്ചു. പക്ഷേ ഒന്നും സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അപ്പോൾ മുഖ്യമന്ത്രിയുടെ മൗനം പല വ്യാഖ്യാനങ്ങൾക്കും ഇടവരുത്തിയിട്ടുണ്ട് ശ്രീ ജിൻഡോ. അതിലൊന്ന്, കൂടുതൽ രാഷ്ട്രീയക്കാരുടെ, അതായത് ഇപ്പോൾ ഭരണപക്ഷത്തുള്ളവരുടെ പേരുകൾ കൂടി ആ കർത്തയുടെ ഡയറിയിലുണ്ടെന്നും അവരിലേക്കൊക്കെ ചെന്നെത്താവുന്ന അന്വേഷണത്തിലാണ് ED മുതിരുന്നത് എന്നും അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ മൗനം എന്നുമൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ ഒരു ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു സംഭവം? ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നമുണ്ടായി. ഇന്ന് DGP ആഭ്യന്തരമന്ത്രി വിളിച്ച് കാര്യങ്ങൾ പരിശോധിച്ചു. ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രശ്നം കേരളത്തിലുണ്ടായിട്ടും ഡൽഹിയിലുണ്ടായിരുന്ന, പിന്നീട് നാട്ടിലേക്ക് തിരിച്ചെത്തിയ ശേഷവും മുഖ്യമന്ത്രി പ്രതികരിക്കാതിരിക്കുന്നതിന് എന്താണ് കാരണമെന്ന് താങ്കൾക്ക് അറിയാമോ ശ്രീ ജിൻഡോ ജോൺ? അതോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ സങ്കീർണമാവാൻ പോവുകയല്ലേ? കൂടുതൽ പേരിലേക്ക് EDയുടെ അന്വേഷണം പോകുന്നു എന്ന വിവരങ്ങൾ വരുമ്പോൾ ഭരണപക്ഷത്തിനും ഭയക്കാനുണ്ടോ? അല്ല ഗോപി, ഇതിൽ ഭരണപക്ഷത്തിന് ഭയക്കാനുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ഇത് CMRL കമ്പനിയിൽ നിന്ന് രാഷ്ട്രീയ നേതാക്കന്മാർ സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടോ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടോ പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടിയിട്ടോ വാങ്ങിയിട്ടുള്ള സംഭാവനകളെ കുറിച്ചിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടല്ല വീണ തൈക്കണ്ടിലിന് നോട്ടീസ് കൊടുത്തത്. അത്തരം സംഭാവനകളെ കുറിച്ചിട്ടുള്ള അന്വേഷണം ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും കൂടി നടന്നോട്ടെ, ഒരു സംശയമില്ല. അതിലിപ്പോൾ പറഞ്ഞിട്ടുള്ള UDF നേതാക്കന്മാരുടെ പേരുകൾ അവരാരും സംഭാവന വാങ്ങിയിട്ടില്ലെന്നോ ഞങ്ങൾ അവരെ കണ്ടിട്ടില്ലെന്നോ ഒന്നും പറഞ്ഞ് നിഷേധിക്കുന്നില്ല. ആകെ നിഷേധിക്കുന്നത് പിണറായി വിജയൻ, PV എന്ന പിണറായി വിജയൻ മാത്രമാണ്. UDFൻ്റെ നേതാക്കന്മാർ അങ്ങനെ നിഷേധിക്കുന്ന ഒരു സാഹചര്യമില്ല. ഇനി അന്വേഷണ പരിധിയിൽ അതും വരുന്നുണ്ടെങ്കിൽ വരുത്തിക്കോട്ടെ, നമുക്കൊരു പരാതിയുമില്ല. അന്വേഷിക്കപ്പെടേണ്ടതാണെങ്കിൽ അന്വേഷിക്കപ്പെടണം. EDയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ രാജ്യത്താകമാനം EDയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ, രാഷ്ട്രീയ പക്ഷപാതിത്വം, ഇതിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായ നിലപാട് കോൺഗ്രസിനുണ്ട്. അത് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിലെമ്പാടും ആ നിലപാടുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ CPM വാദിക്കുന്നത് വീണ തൈക്കണ്ടിലിന് വേണ്ടിയിട്ടാണോ പിണറായി വിജയന് വേണ്ടിയിട്ടാണോ? എൻ്റെ സംശയം അതാണ്. ഇവിടെ നിങ്ങൾ തന്നെ പറഞ്ഞു പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിൽ റെയ്ഡ് ചെയ്തു എന്ന്. AKG സെൻറ്ററിൻ്റെ അഡ്രസ്സിൽ കമ്പനി തുടങ്ങുകയും മുൻ മുഖ്യമന്ത്രിയോടൊപ്പം താമസിക്കുകയും ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനോടൊക്കെ താമസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു കേസിൽപ്പെട്ട പ്രതിയെ അന്വേഷിച്ച് അതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കാൻ വരുന്ന അന്വേഷണ ഏജൻസികൾ, അവരുടെ ഉദ്ദേശം എന്താകട്ടെ, അവരാരുമാകട്ടെ, അവർ സ്വാഭാവികമായിട്ടും അത്തരം വീടുകളിൽ പോകും. അവിടെ പ്രതിപക്ഷ നേതാവ് ഉള്ളത് കൊണ്ട് അന്വേഷിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. അതിനപ്പുറത്ത് ഞാൻ ചോദിക്കുന്ന CPM ഇപ്പോൾ വേവലാതിപ്പെടുന്നത് പിണറായി വിജയനെതിരെയുള്ള അന്വേഷണമായിട്ട് ഞാൻ ഇപ്പോഴും കാണുന്നില്ല. വീണ തൈക്കണ്ടിലിനെതിരെ അന്വേഷിക്കുമ്പോൾ CPM ഇത്ര വലിയ പ്രതിരോധം തീർത്ത് കാർ തല്ലിപ്പൊളിച്ച് ക്രമസമാധാന നില തകർക്കുന്ന രീതിയിൽ കേരളത്തിൽ സമരം ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെ പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും പരിഗണന വീണ തൈക്കണ്ടിലിനോ CPM കൊടുക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ബിനീഷ് കോടിയേരിക്കും കോടിയേരി ബാലകൃഷ്ണനും കൊടുക്കാത്ത പരിഗണന പിണറായി വിജയൻ്റെ മകൾക്ക് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഇനി അതിനേക്കാൾ അപ്പുറം ഇന്നിപ്പോൾ MP ഗോവിന്ദൻ പറഞ്ഞിട്ടുള്ളത്, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത് ഇതൊരു സാർവദേശീയ പ്രശ്നമായെന്നാണ്. ഇത്രയും സാർവദേശീയ പ്രശ്നമായിട്ടുള്ള ഈ പ്രശ്നത്തിന് ഉത്തരം പറയണ്ടേ? എന്ത് സേവനമാണ് വീണ തൈക്കണ്ടിയിൽ CMRL കമ്പനിക്ക് കൊടുത്തിട്ടുള്ളത്? മാസം 5 ലക്ഷം രൂപ വെച്ച് വീണയുടെ അക്കൗണ്ടിലേക്കും 3 ലക്ഷം രൂപ വെച്ച് കമ്പനിയുടെ അക്കൗണ്ടിലേക്കും വെച്ചിട്ട് 2,78,00,000 രൂപ മേടിച്ചു എന്ന് പറഞ്ഞ ആരോപണം നിൽക്കുന്നു. ഇത് ആരോപണമല്ല, ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ. ഈ റെയ്ഡിന് ശേഷവും വീണ്ടും പണം കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നുള്ള രേഖകളിലുണ്ട്. ഇതിൽ കൃത്യമായിട്ട് വീണയ്ക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല. ചെയ്ത സേവനം എന്താണെന്ന് പറഞ്ഞാൽ കൃത്യമായി പ്രശ്നം തീരാവുന്നേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്ന CPMൻ്റെ ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന LDFൻ്റെ പ്രതിനിധിയെ പോലെ തന്നെ CPMന് വേണ്ടിയിട്ട് ചാനൽ ചർച്ചയിൽ സംസാരിക്കുന്ന LDF വക്താവായിട്ടുള്ള അഡ്വക്കേറ്റ് അരുൺകുമാർ 2023 ഓഗസ്റ്റ് മാസം 16-ാം തീയതി പറഞ്ഞത് പവർ ബിൽഡർ, ഔട്ട്ലുക്ക്, MS ഓഫീസ്, ടാലി പോലുള്ള 4 പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയറുകൾ കൊടുത്തു. അതിൻ്റെ ആനുവൽ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ തുക വീണ തൈക്കണ്ടിയിലും അവരുടെ കമ്പനിയും വാങ്ങിയിട്ടുള്ളതെന്നാണ്.
ഞാൻ ചോദിക്കുന്നത് ഇത്തരം സാധനങ്ങളുടെ ആനുവൽ മെയിൻ്റനൻസിനാണ് ഈ കോടിക്കണക്കിന് രൂപ മേടിക്കുന്നത്. ഇനി മറ്റേ എംപവർ ക്യാപിറ്റൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് 50 ലക്ഷം രൂപ വാങ്ങി, അതിനുശേഷം 4 ലക്ഷം രൂപ മാത്രം തിരിച്ചു കൊടുത്തു, ബാക്കി 46 ലക്ഷം രൂപ എന്ത് മെയിൻ്റനൻസിന് വേണ്ടിയാണ് വാങ്ങിയിട്ടുള്ളത്? അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. ഞാൻ പറഞ്ഞു ഇത്രയും ക്രമസമാധാന പ്രശ്നമോ ആഗോള സാർവദേശിക പ്രശ്നമായിട്ടൊന്നും ഇതിനെ മാറ്റണ്ട. എന്ത് സേവനമാണ് കൊടുത്തതെന്ന് പറഞ്ഞാൽ പോരെ. ഇവിടെ പിണറായി വിജയനെതിരെ ആരോപണം വരുന്നത് അതുകൊണ്ടാണ്. വീണ തൈക്കണ്ടിയിലിന് മുൻപ് മറ്റാർക്കും കിട്ടാത്ത രീതിയിലുള്ള ഒരു വലിയ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ CPM കൊടുക്കുമ്പോൾ CPM-ന്റെയും DYFI-യുടെ ഒക്കെ പ്രവർത്തകർ തെരുവിൽ അടിയുണ്ടാക്കി ജയിലിൽ പോകുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണ്ടേ? വീണ തൈക്കണ്ടിൽ ചെയ്ത സേവനം എന്താണെന്ന് കേരളത്തിലെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നേതാവിന് അറിയാമോ? അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിക്ക് അറിയാമോ? ഇവർക്ക് ആർക്കും അറിയാത്ത ഒരു സേവനത്തിന് വേണ്ടിയിട്ട് വീണ കോടിക്കണക്കിന് രൂപ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ തൈക്കണ്ടിൽ എന്നൊരു വ്യക്തിയുടെ മാത്രം പ്രശ്നമാകണ്ടേ? അതെങ്ങനെയാണ് പിണറായി വിജയന്റെ പ്രശ്നമാകുന്നത്? അതിനപ്പുറത്ത് ഇവർ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിന്റെ എക്സ്റ്റൻഷൻ പിണറായി വിജയനിലേക്ക് എത്തും. വീണ തൈക്കണ്ടിൽ അതിൽ ഞാൻ അതിനിടയിൽ ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ വീണ ടീയുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണങ്ങളും പരിശോധനകളും ഒക്കെ നടക്കുമ്പോൾ വളരെ നേരത്തെ തന്നെ CPM എടുത്തിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പൊസിഷനാണ് ഇത് പിണറായി വിജയനെ ലക്ഷ്യമിട്ട് നടത്തുന്ന നീക്കമാണ്. ഇഡിയിലൂടെ കേന്ദ്ര സർക്കാർ അതല്ലെങ്കിൽ BJP ലക്ഷ്യമിടുന്നത് പിണറായി വിജയനാണ്. ഇത് അവർ ഇന്നലെ പറഞ്ഞതല്ല, നേരത്തെ മുതൽ തന്നെയുള്ള അവരുടെ ഒരു രാഷ്ട്രീയ നിലപാടാണത്. അതുകൊണ്ട് ഞങ്ങൾ ഇതിന് നിന്നു കൊടുക്കില്ല എന്ന നിലപാട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഈ ഡയറിയിലുള്ള പേരുകൾ സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകുകയാണെങ്കിൽ ആ അന്വേഷണത്തിന് സ്വാഭാവികമായി ഈ രാഷ്ട്രീയ ഭേദമന്യേ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പല പൊതുപ്രവർത്തകരിലേക്ക്, ഇപ്പോൾ നേരത്തെ ശ്രീ PK ഗോപൻ പറഞ്ഞതുപോലെ പല ആളുകളുടെയും പേരുകളുണ്ട്, മാധ്യമ പ്രവർത്തകരുടെയും മാധ്യമ സ്ഥാപനങ്ങളുടെ പേരുകളുണ്ടെന്ന് പറയുന്നു. ചുരുക്കെഴുത്തുകളിൽ കടക്കുന്ന ആ പേരുകളിലേക്കൊക്കെ അന്വേഷണം പോവുകയാണെങ്കിൽ ഇത് ആ അന്വേഷണത്തെ തടയാൻ ഏതെങ്കിലും തരത്തിൽ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇന്ന് K മുരളീധരൻ പറഞ്ഞു ഞങ്ങൾക്ക് യോജിപ്പില്ല, ഇങ്ങനെയല്ല, ഈ ഇഡിയുടെ ഈ രീതികളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നും. പക്ഷേ ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ഘടകകക്ഷി നേതാക്കളിൽ നിന്നോ മുഖ്യമന്ത്രിയിൽ നിന്നോ ആ തരത്തിലൊരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇഡിയുടെ റെയ്ഡിൻ്റെ കാര്യത്തിൽ എന്താണ് ഈ സർക്കാരിൻ്റെ നിലപാട്, അല്ലെങ്കിൽ UDF-ന്റെ നിലപാട് എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട്. ശ്രീ ജിൻഡോ ജോൺ, താങ്കൾക്ക് വ്യക്തതയുണ്ടോ? അല്ല, ഞാൻ അതിലേക്ക് വരാം. ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ പറഞ്ഞതുപോലെ പിണറായി വിജയൻ, നിങ്ങൾ പറഞ്ഞതുപോലെ എന്നല്ല, CPM ആരോപിക്കുന്നത് പോലെ പിണറായി വിജയനാണ് ഇഡിയുടെ ലക്ഷ്യമെങ്കിൽ ലൈഫ് മിഷന്റെ കേസിൽ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറി 112 ദിവസം ജയിലിൽ കിടന്നു. എന്തേ പിണറായി വിജയനെ വിളിച്ച് ചോദ്യം ചോദിക്കാതെ ഇതുപോലൊരു അന്വേഷണം നടക്കാതെ പോയി? സ്വർണ്ണക്കടത്ത് കേസിൽ നരേന്ദ്രമോദി തൃശ്ശൂർ വന്ന് പ്രസംഗിച്ചതാണ് ഏത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച സ്വർണം കടത്തിയെന്ന് അറിയാമെന്ന്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വരെ അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് പിണറായി വിജയനെ ചോദ്യം ചെയ്യാതിരുന്നത്? ലാവ്ലിൻ കേസ് 38 തവണയാണ് CBI-യുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഹാജരാകാതെ സുപ്രീം കോടതിയിൽ മാറ്റിവെക്കപ്പെട്ടത്. അപ്പോൾ പിണറായി വിജയനെ നേരിട്ട് കൈകാര്യം ചെയ്യാനായിരുന്നു എങ്കിൽ ഇതൊക്കെ ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നില്ല. ഇനി അതിനപ്പുറത്ത് പിണറായി വിജയൻ ഭരിക്കുന്ന 10 വർഷക്കാലം പിണറായി വിജയനും BJP-യും തമ്മിലുള്ള ധാരണയുടെ പുറത്താണോ ഇതൊന്നും അന്വേഷിക്കാതെ പോയതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം അവർ പറയണം. എനിക്ക് ആ കാര്യത്തിൽ ഒരു കാര്യം പറയാനുള്ളത്, ഈ CPM-ന് വേണ്ടിയിട്ട് വന്ന പൊതുജനങ്ങളാണ് ഈ അക്രമം നടത്തിയെന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ആരും തയ്യാറാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പാർട്ടിക്കാർ പോലും. ബീഡി തൊഴിലാളികൾ, ചെത്ത് തൊഴിലാളികളൊക്കെ പിണറായി വിജയനെ എടുത്തുകൊണ്ട് നടന്നു എന്ന് പറയുന്നു. ആ ചെത്ത് തൊഴിലാളികളോടും ബീഡി തൊഴിലാളികളും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ടുള്ള പിണറായി വിജയന് പറയാൻ പറ്റുമോ എൻ്റെ മകൾ കൊടുത്ത സേവനം ഇതാണ്? ഇനി അച്ഛൻ്റെ പാർട്ടിയുടെ അടിക്കല്ല് വരെ തകർക്കുന്ന സമയത്ത് മകൾക്ക് പറയാൻ പറ്റുമോ ഞാൻ ചെയ്ത സേവനം ഇതാണെന്ന്? അത് പറയാൻ പറ്റില്ല. ഇവിടെ ചോദ്യം ചോദിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. കാരണം ഒരു പൊതുമേഖലാ സ്ഥാപനം, അതായത് കേരള സർക്കാരിൻ്റെ സ്ഥാപനമായിട്ടുള്ള KSIDCക്ക് 10-15% ഷെയറുള്ള CMRL കമ്പനിയിൽ നിന്ന് അന്നത്തെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇങ്ങനെ മാസപ്പടിയായിട്ട് പണം കൊടുത്തത് എന്തിനാണെന്നുള്ള ചോദ്യം റെലവൻ്റ് ആണല്ലോ, അത് വാലിഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണല്ലോ. അവിടെ ഇഡിയുടെ നടപടിക്രമങ്ങളെ കുറിച്ചിട്ട് കേരളത്തിൽ നല്ല ഇന്ത്യയിലെമ്പാടും ഞങ്ങൾക്ക് ഒരു പക്ഷമേ ഉള്ളൂ. ഇഡി വരുന്നത് നരേന്ദ്രമോദിയുടെ കേടിപ്പണി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആളുകളെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കി വൈറ്റ് വാഷ് ചെയ്ത് BJP-യുടെ ചേരിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു സാധ്യത പിണറായി വിജയന് ഉണ്ടോ എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. മകന് വന്ന ഇഡി നോട്ടീസ്, മകളുടെ മാസപ്പടി കേസ്, SFI അന്വേഷണം, ഇഡിയുടെ അന്വേഷണം, അച്ഛൻ്റെ ലാവ്ലിൻ കേസ്, ലൈഫ് മിഷൻ കേസ്, സ്വർണ്ണക്കടത്ത് കേസ്, ഇത്തരം കേസുകളൊക്കെ ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ തല നരേന്ദ്രമോദിയുടെ കക്ഷത്തിലാണോ എന്നുള്ള സംശയം നിൽക്കുന്നു. അപ്പോൾ ഞങ്ങൾ എപ്പോഴും പറയുന്നു, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ
നേതാക്കന്മാരെ അവരുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ പേരിൽ അവരെ എല്ലാ രീതിയിലും വരിഞ്ഞു മുറുക്കിക്കൊണ്ട് BJP-യിലേക്ക് കൊണ്ടുപോകാനോ അവർക്ക് വേണ്ടി പണിയെടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഏജൻസിയായിട്ട് ED തരം താഴാൻ പാടില്ല. അതിനപ്പുറത്ത് അഴിമതി കേസുകൾ അന്വേഷിക്കപ്പെടണം, കൃത്യമായിട്ട് അതൊക്കെ വിചാരണ ചെയ്യപ്പെടണം. അതിനപ്പുറത്ത് ഒരു നിലപാട് ED-ക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ED സംശയകരമായ നിലപാടാണ് എടുക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, കരുവന്നൂരിലെ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താനും റെയ്ഡ് നടത്താനും വന്ന ആളുകൾ അന്ന് AC മൊയ്തീന്റെ വീട്ടിൽ നിന്ന് രേഖകൾ പിടിച്ചെടുത്തു. AC മൊയ്തീൻ അടുത്ത നിമിഷം തന്നെ ജയിലിൽ പോകുമെന്നുള്ള പ്രതീതിയൊക്കെ സൃഷ്ടിച്ചു. എന്നിട്ട് കരുവന്നൂരിലെ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്ത് നടപടിയാണ് ED എടുത്തത്? ED-ക്ക് ഈ രാജ്യത്ത് യാതൊരു വിശ്വാസ്യതയുമില്ല എന്ന് നിലനിൽക്കുമ്പോൾ തന്നെ പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയിൽ അത്രയും പോലും വിശ്വാസ്യതയില്ല. അപ്പൊ ഇവർ രണ്ടും വിശ്വാസ്യതയുടെ കാര്യത്തിൽ ഒരു പക്ഷത്ത് തന്നെയാണ്. കേരളത്തിൽ ഒരു മനുഷ്യർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതിനപ്പുറത്ത് നിങ്ങൾ ചോദിക്കുക ഷോൺ, ഇതിനകത്ത് ഒരു പ്രശ്നം, ഇതിപ്പോൾ രണ്ട് ഭാഗത്തു നിന്നാണെങ്കിലും ഇത് BJP-യുമായി കൂട്ടിക്കെട്ടിക്കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെ അവർ അവതരിപ്പിക്കുന്നത്. ഒന്ന്, ഇപ്പോൾ CPM BJP കൂട്ടുകെട്ട് എന്ന് നേരത്തെ ഉണ്ടായ എല്ലാ കേസുകളുടെ കാര്യത്തിലും ഇവർക്ക് ആനുകൂല്യം നൽകിക്കൊണ്ടേയിരിക്കുന്നു എന്ന ആക്ഷേപം ഉന്നയിക്കുന്നു. ഇപ്പോൾ രണ്ടാമത് ഈ ED-യുടെ പരിശോധന നടക്കുമ്പോൾ ആ സമയത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഡൽഹിയിലായിരുന്നതുകൊണ്ട് അതിനെ ചേർത്ത് വെച്ചുകൊണ്ട് ഇതൊരു കോൺഗ്രസ് BJP ഓപ്പറേഷനാണ് എന്ന ആക്ഷേപം നേരിടുന്നു. പക്ഷേ ഇതെന്തായാലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയമായിട്ടുള്ള കേസുകളിലായാലും ശരി, ഈ കേസിലായാലും ശരി, ഇത് പരിശോധനകളും അന്വേഷണവും എവിടെയും എത്താതെ പോകുന്ന സാഹചര്യം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. പല പല കാരണങ്ങൾ പറഞ്ഞ് ഇപ്പോൾ ഈ വീണയുടെ ഈ കേസ് തന്നെ 14 തവണ കേസ് മാറ്റി. ഇപ്പോൾ ജൂലൈ 7-ാം തീയതി വീണ്ടും കോടതി പരിശോധിക്കാൻ പോയിട്ട് അപ്പോൾ ഇതിൻ്റെ വിചാരണ നടപടികൾ നീണ്ടുപോകുന്നു. ഈ കാര്യങ്ങളിൽ ഈ കേസിന് പിന്നീട് അങ്ങോട്ടൊരു മുന്നോട്ട് പോക്ക് സംഭവിക്കുന്നില്ല. ഇത് സ്വാഭാവികമായും സംശയങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ ശ്രീ ഷോൺ? ഞാൻ ഈ കേസിലേക്ക് മാത്രം ഇതിനകത്ത് ഒരു കാര്യം മാത്രം പറയാം. ലാവ്ലിൻ ഇതിനു മുമ്പ് പിണറായിക്കെതിരെ ഏറ്റവും ശക്തമായ വന്നൊരു കേസാണ്. CBI അന്വേഷണം പൂർത്തീകരിച്ചത് 2013-ലാണ്. 2013-ൽ ഇന്ത്യ ഭരിച്ചത് നരേന്ദ്രമോദി അല്ല, അതാദ്യം മനസ്സിലാക്കുക. ആ കേസ് അന്വേഷണത്തിൻ്റെ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേരള ഹൈക്കോടതി ബഹുമാനപ്പെട്ട അന്ന് പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ അപ്പീൽ മാത്രമാണ് ഇപ്പോൾ സുപ്രീം കോടതി കിടക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഞാനും അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ്റെ സ്ട്രാറ്റജി എനിക്ക് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പറയാം. കഴിഞ്ഞ ഈ കേസുമായി ബന്ധപ്പെട്ട് മാത്രം ഇന്ത്യ മഹാരാജ്യത്തെ 4 ഹൈക്കോടതികളായി 8 കേസാണ് ഈ കേസിനെ മുടക്കാൻ വേണ്ടി നടന്നത്. മിനിങ്ങാന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്നും ഒരു ഹർജിയെ തള്ളിയതുകൊണ്ട് മാത്രമാണ് ED-ക്ക് നിയമപരമായ തടസ്സമില്ലാതെ ഇപ്പോഴും പോകാൻ പറ്റുന്നത്. SFIO അന്വേഷിച്ച് വീണ വിജയനെ പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ചിട്ട് അതിൽ പ്രോസിക്യൂഷൻ നടപടി നടത്താൻ പറ്റുന്നില്ല. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ 7 പ്രാവശ്യം ആ കേസ് മാറ്റുന്നു. വന്ന് ഹാജരാകുന്ന മുഴുവൻ ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ സീനിയർ അഭിഭാഷകരാണ്. ഒരു സിറ്റിങ്ങിന് 50 ലക്ഷം രൂപയിലധികം മേടിക്കുന്ന അഭിഭാഷകരാണ് അതിനുവേണ്ടി ഹാജരാകുന്നത്. അതിനെ തരണം ചെയ്തുകൊണ്ട് ഇത് ഇവിടം വരെ എത്തിക്കാൻ കഴിഞ്ഞത് വലിയ ഒരു അത്ഭുതമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. 2, ഇതിനകത്ത് മറ്റൊരു കാര്യം എടുത്തു പറയട്ടെ. രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുന്നു. ഞാൻ ഈ പരാതി കൊടുത്തത് 2023 സെപ്റ്റംബർ മാസം 12-ാം തീയതിയാണ്. 2023 സെപ്റ്റംബർ മാസം 12-ാം തീയതി ഞാൻ BJP-യുമായി യാതൊരു ബന്ധമില്ല. ഞാൻ 2024-ലാണ് BJP-യുടെ ഭാഗമാകുന്നത്. ഇപ്പോൾ ഗോപൻ ചേട്ടൻ പറഞ്ഞ പോലെ ഇവിടെ ഇത് രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ എനിക്കന്ന് പിണറായി വിജയൻ എന്ന കൊള്ളക്കാരനെതിരെയുള്ള യുദ്ധമാണ് ഞാൻ തുടങ്ങിയത്. അല്ലാതെ എനിക്കന്ന് ഇതിനകത്ത് CPM-നെതിരെയോ കോൺഗ്രസിനെതിരെയോ ഉള്ള ഒരു രാഷ്ട്രീയമായുധമായിട്ടല്ല ഞാൻ ഈ പരാതിയുമായി മുമ്പോട്ട് പോയത്. എൻ്റെ പരാതിയിന്മേലാണ് ഇപ്പോൾ ഈ നടപടിയും ഇപ്പോൾ ഈ റെയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ രാഷ്ട്രീയ പ്രേരിതമായെന്ന് എങ്ങനെ കാണാൻ കഴിയും? പിന്നെ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ ഇതിനകത്ത് കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഇന്നലെ റെയ്ഡ് നടന്നപ്പോൾ രാവിലെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞു ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹത്തിന് അറിയ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അതിനൊരു സിസ്റ്റമുണ്ട്, കേന്ദ്രസേന ഉണ്ടാവും, അതിനുശേഷം ലോക്കൽ പോലീസിനെയും സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെ അറിയിക്കുകയാണ്. ആ അറിയിച്ചതിന് ശേഷം ഈ മുൻ മുഖ്യമന്ത്രിയുടെ ഭവനമുള്ളത് ബേക്കർ ജംഗ്ഷനിലാണ്. നിങ്ങൾക്ക് തിരുവനന്തപുരത്തെക്കുറിച്ച് അറിഞ്ഞവർക്കറിയാം, നന്ദാവനം ക്യാമ്പിൽ നിന്നും 300 മീറ്റർ പരിധിക്കുള്ളിലാണ് ഈ വീടിരിക്കുന്നത്. ആ നന്ദാവനം ക്യാമ്പ് അടുത്തിരിക്കുന്ന അവിടെ 1000-ലധികം പോലീസുകാർ സ്ഥിരമായി ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ ഇത്രയും പ്രൊവോക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു ക്രൗഡ് പുറത്ത് നിന്നിട്ട് ആ ED-യുടെ ഉദ്യോഗസ്ഥരെ പരിക്കേൽക്കാതെ അവരെ അക്രമത്തിന് ഇരയാകാതെ
അവരെ തിരികെ എത്തിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇത് വളരെ ആസൂത്രിതമാണ്. ED ഇവിടെ റെയ്ഡിന് വന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് ഭയപ്പെടുത്താനുള്ളൊരു ശ്രമം നടന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിന് ശേഷം മറ്റ് കാശ് വാങ്ങിച്ചുള്ള നേതാക്കന്മാർ കാശ് വാങ്ങിച്ചെന്ന് അംഗീകരിച്ചു എന്ന് പറഞ്ഞു. അതിനകത്ത് ബഹുമാനപ്പെട്ട PK ഗോപൻ സഖാവ് പറഞ്ഞുകൊണ്ട് ഞാൻ യോജിക്കുകയാണ്. വാങ്ങിക്കുന്നത് 20,000 രൂപയിൽ കൂടുതലാണെങ്കിൽ അത് വളരെ കൃത്യമായി ഇലക്ഷൻ കമ്മീഷൻ്റെ ഡൊണേഷൻ പ്രകാരമുള്ള നിയമം അനുസരിച്ച് അത് കൃത്യമായി അതിൻ്റെ വൗച്ചറും അതിൻ്റെ കണക്കും ഇലക്ഷൻ കമ്മീഷന് രേഖപ്പെടുത്തണം. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ പറയുന്ന പേരുകാരൊക്കെ അതിനകത്തുണ്ടെങ്കിൽ അവർ ഇലക്ഷൻ കമ്മീഷൻ ആ കേസ് കൊടുത്തിട്ടുണ്ടോ, ഇലക്ഷൻ കമ്മീഷൻ ആ കണക്ക് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ പുറത്തു വരുമ്പോൾ ആ പൈസ വീട്ടിലോട്ടാണോ കൊണ്ടുപോയത് അതോ പാർട്ടിക്കാണോ കിട്ടിയെന്ന് കൃത്യമായി ബോധ്യപ്പെടും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അല്ല ഷോൺ, ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, എന്തുകൊണ്ടായിരിക്കും ഷോൺ ഈ കാര്യങ്ങളിൽ മുഖ്യമന്ത്രി VD സതീശൻ പ്രതികരിക്കാതിരിക്കുന്നത്? താങ്കൾക്ക് അതിൽ എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? അല്ല, ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, സ്വാഭാവികമായിട്ടും ഇനി വരാൻ പോകുന്ന പേരുകളിൽ ആരൊക്കെയുണ്ട് എന്തൊക്കെയുണ്ടെന്നൊക്കെ കുറച്ച് ക്ലൂ ഒക്കെ കേരളത്തെ ജനങ്ങൾക്കുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ അത് വന്നങ്ങ് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ രണ്ടാമനോ മൂന്നാമനോ ഒന്നും ഇല്ലാതെ അജയ്യനായി തുടരാൻ കഴിയുമെന്നുള്ള വിശ്വാസമായിരിക്കാം ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ മൗനത്തിന് കാരണം. അങ്ങനെ ഒരു രാഷ്ട്രീയ താല്പര്യം അദ്ദേഹത്തിനുണ്ട്, കണക്കുകൂട്ടലുണ്ടെന്നാണ് താങ്കൾ കരുതുന്നത് അല്ലേ? അല്ല, മുഖ്യമന്ത്രി ആയതിനു ശേഷം ഏറ്റവും പത്രപ്രവർത്തകരോട് ഏറ്റവും സൗഹൃദം പങ്കെടുക്കുന്ന മുഖ്യമന്ത്രി എന്ന് 2 ദിവസം കൊണ്ട് പേര് കേട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ 3 ദിവസമായിട്ട് വാ തുറന്നിട്ടില്ല. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാമല്ലോ. എന്താ അഭിപ്രായം പറയുന്നത്? കുഴപ്പം? നിങ്ങൾ ചോദ്യം ചോദിക്കുക, നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കൂ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഒരു ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. എന്താ മറുപടി ഇല്ലാത്തത്? അത് സംശയിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന് ഇതിനകത്ത് എന്താണ് ലക്ഷ്യമെന്നുള്ളത് കോൺഗ്രസ് തന്നെ ചർച്ച ചെയ്യട്ടെ. ഈ വീണ വിജയനിലേക്ക് ഇനി ചോദ്യം ചെയ്യലും അന്വേഷണവും ഒക്കെ ആയിട്ട് ED ഉടൻ തന്നെ അടുത്ത നടപടികളിലേക്ക് കടക്കുമെന്നാണോ ഷോൺ താങ്കൾ കരുതുന്നത്? അല്ല, എൻ്റെ പ്രതീക്ഷ അതാണ്. തീർച്ചയായിട്ടും വീണയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ശ്രീ പിണറായി വിജയനെ ഈ EDയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ പ്രതിയാണ്. EDയുടെ അന്വേഷണം പൂർത്തിയാകുമ്പോൾ പിണറായി വിജയനിലേക്ക് തന്നെയാണത് ഈ കേസ് വരേണ്ടത്. കാരണം ഈ മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം CMRL കമ്പനിയും എക്സാലോജിക്കുമായിട്ടൊരു ഒരു ഇടപാട് നടക്കുമ്പോൾ അതിനകത്ത് മണി ലോണ്ടറിങ്ങിൻ്റെ വിഷയമില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ്. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും പിണറായി വിജയനെയും ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ. അല്ലാതെ എങ്ങനെയാണ് കാര്യങ്ങൾ പുറത്തു വരിക? ശ്രീ PK ഗോപൻ, ഇവിടെ ഷോൺ ഈ ചർച്ചയിൽ ഇനി ഇല്ല എങ്കിലും അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുമായി ചേർത്താണ് എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്. ഒന്ന്, ഇത് വീണ വിജയനിൽ മാത്രം ഒതുങ്ങുന്നതായിരിക്കില്ല, പിണറായി വിജയനിലേക്കും ചെന്നെത്താവുന്ന ഒരു കേസായി മാറാനുള്ള സാധ്യതയുണ്ട് ഈ അന്വേഷണമൊക്കെ കഴിയുമ്പോൾ എന്ന് ഷോൺ നേരത്തെ പറഞ്ഞു. അതിനൊരു കാരണം അദ്ദേഹം പറഞ്ഞത്, ഇത് ഈ മണി ലോണ്ടറിങ് ഇതിനകത്ത് നടന്നിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന കപ്പാസിറ്റിയിൽ ഈ പണം എത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഈ പരിശോധനകൾ പോവുകയാണെങ്കിൽ അത് കൂടുതൽ അപകടകരമായ രീതിയിലേക്ക് മാറാൻ സാധ്യതയുണ്ടെന്ന സൂചന അദ്ദേഹം നൽകി. രണ്ടാമത്തെ കാര്യം, ഇന്നലെ ഇവിടെ ED സംഘത്തിന് നേരെ നടന്ന ആക്രമണങ്ങളെക്കുറിച്ചാണ്. അത് നേരത്തെ ശ്രീ ജിൻഡോ പറഞ്ഞു. CPMലെ മുതിർന്ന നേതാക്കൾ, ജില്ലാ തലത്തിലുള്ള നേതാക്കൾ, അവരുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനം, അതിൻ്റെ ഭാഗമായി മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിൽ താമസിക്കുന്ന അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആക്രമിക്കപ്പെട്ട സംഘത്തിൽ നിന്ന് അറസ്റ്റിലായവരൊക്കെ CPM പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്നവരാണ് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ പാർട്ടിക്ക് ഈ അക്രമത്തിലൊന്നും പങ്കില്ല എന്ന് പറഞ്ഞ് മാറാൻ കഴിയുമോ എന്ന ചോദ്യവുമുണ്ട്. ഈ 2 കാര്യങ്ങൾക്കുമുള്ള താങ്കളുടെ മറുപടി. അല്ല, പാർട്ടിക്ക് ഈ ആക്രമണത്തിൽ യാതൊരു പങ്കുമില്ല, പാർട്ടിക്കാരും പ്രതിഷേധത്തിൽ പങ്കെടുത്തില്ലെന്ന് ഞങ്ങളാരെങ്കിലും പറഞ്ഞു? ഇന്നലെ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ സഖാവ് MA രവി ഡൽഹിയിൽ അറസ്റ്റ് വരിക്കപ്പെട്ട ആളാണ്. ഇതിൻ്റെ പേരിൽ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ താഴെ ഞാൻ നേരത്തെ പറഞ്ഞ കണ്ണൂരിലെ ബീഡി തൊഴിലാളികൾ വരെ സമരത്തിൽ പങ്കെടുത്തതാ. തിരുവനന്തപുരത്തുണ്ടായ സംഭവം നമ്മൾ ശ്രദ്ധയപ്പെട്ടതാ. പക്ഷെ കൂടുന്നവരെല്ലാം CPMൻ്റെ തീട്ടൂരം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ മാത്രമായിരിക്കുമെന്ന് കരുതരുന്ന ഞാൻ പറയും. ഇത്തരം ഒരു സന്ദർഭത്തിൽ, ഈ വൈകാരികമായ സന്ദർഭത്തിൽ അതിൻ്റേതായ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ്റെ വീട് റെയ്ഡ് ചെയ്തത് എന്നുള്ളതിന് ഉത്തരം എന്താ അവർക്കുള്ളത്? അത് AKG ഫ്ലാറ്റ് വെച്ച് കമ്പനി രജിസ്റ്റർ ചെയ്തു. ഞങ്ങളുടെ നേതാക്കൾക്ക്, നിങ്ങളുടെ നേതാക്കൾക്കുള്ളതുപോലെ തിരുവനന്തപുരത്തൊരു വീട്, സ്വന്തം നാട്ടിലൊരു വീട്, മദ്രാസിൽ വേറൊരു വീട്,
ഡൽഹി ചെന്ന അവിടെ ഒരു വീട്, അങ്ങനെയുള്ള ഏർപ്പാടുകളൊന്നുമില്ല. മുഖ്യമന്ത്രി 17 വർഷം പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്ന എനിക്ക് ഗോപികൃഷ്ണൻ സമയം തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അത്ര കൂടുതൽ റൗണ്ട് ചർച്ചകൾ നിങ്ങൾ അപ്പുറത്തേക്ക് കൊടുത്തു. അത് ഞാനിപ്പം ഇടപെടുന്നില്ല. അപ്പോൾ തിരുവനന്തപുരത്ത് 17 വർഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറി, 10 വർഷം മുഖ്യമന്ത്രി ആയിരുന്നാൽ തിരുവനന്തപുരത്ത് വീടില്ല. AKG സെൻറ്ററിൻ്റെ മുമ്പിലുള്ള ഒരു വളരെ പഴയ ഒരു ഫ്ലാറ്റിലാണ് ഇവരൊക്കെ 2 മുറി ഫ്ലാറ്റ് വീതം ഇവരെല്ലാം താമസിക്കുന്നത്. അപ്പോൾ പിണറായി വിജയൻ വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുകയാണ്. അതുകൊണ്ടാണ് ആ അഡ്രസ്സിൽ വെച്ച് കമ്പനി ഉണ്ടാവുന്നത്. അതല്ലാതെ AKG ഫ്ലാറ്റ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കേണ്ട. ഇനി പിണറായി വിജയൻ താമസിക്കുന്ന വീട്ടിലാണ് റെയ്ഡ് നടത്തിയത്. പിണറായി വിജയൻ യഥാർത്ഥത്തിൽ താമസിക്കേണ്ട അവിടെ ഗോപികൃഷ്ണ പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിൽ. ആ പ്രതിപക്ഷ നേതാവിൻ്റെ വസതി ഒഴിഞ്ഞു കൊടുക്കാത്തത് എന്താ ഒഴിഞ്ഞു കൊടുത്തിട്ട് മുഖ്യമന്ത്രിയുടെ വസതിയിലോട്ട് പോകാത്തത് എന്താ? അപ്പോൾ ഇതിനകത്തുള്ള ഒരു ദുരൂഹത എന്താ? ഇനി നിങ്ങൾ മാധ്യമങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇടതുപക്ഷ മുന്നണി സർക്കാർ ഇരിക്കുമ്പോൾ മന്ത്രിമാരുടെ ഓഫീസിൽ മെയിൻ്റനൻസ് നടത്തിയാൽ അതിന് നിങ്ങൾ കൊടുക്കുന്ന പദപ്രയോഗം മോടി പിടിപ്പിക്കൽ. UDFൻ്റെ മന്ത്രിമാർ വന്ന് മെയിൻ്റനൻസ് നടത്തിയാൽ അതിന് നിങ്ങൾ കൊടുക്കുന്ന നാമധേയം അറ്റകുറ്റപ്പണികൾ. ഇത് കേരളത്തിലെ ഭാഷാ പഠനത്തിൽ പ്രത്യേകമായിട്ട് എടുത്ത് ഉപയോഗിക്കേണ്ടതാണ്. ഓരോ പാർട്ടികൾ മാറുമ്പോൾ ഭാഷ എങ്ങനെ മാറുന്നുള്ളത്. അപ്പോൾ പിണറായി വിജയൻ വാടക വീട്ടിൽ താമസിച്ചിരുന്ന വീട്ടിൽ പിണറായി വിജയനെ എന്തിനാ തടഞ്ഞു വെച്ചേ? അതിന് ഉത്തരം ആദ്യം പറ. പിണറായി വിജയനെ രാവിലെ എന്നിട്ട് നിങ്ങൾ പുറത്ത് പൊക്കോളൂ, ഞങ്ങൾക്ക് ഈ വീട് റെഡി ചെയ്യാനുണ്ട്, വീണ ഇവിടെ നിൽക്കട്ടെ എന്ന് പറയാൻ എന്താ? അതിന് പകരം പിണറായി വിജയനെ തടഞ്ഞു വെച്ച് പിണറായി വിജയൻ കേസിൽ പ്രതിയല്ല, പിന്നെന്തിനാണ് പിണറായി വിജയനെ തടഞ്ഞു വെച്ചേ? ഇനി മാസപ്പടി എന്ന പ്രയോഗം കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം കൊടുത്തതാ. മാസപ്പടി പണ്ട് ഈ മദ്യദുരന്തം ഉണ്ടായ കാലത്ത് ചില രാഷ്ട്രീയക്കാർ മദ്യവ്യാപാരികളിൽ നിന്ന് മാസപ്പടി പറ്റുമായിരുന്നു. ആ വാചകമാണത്. ഈ പറഞ്ഞ മാധ്യമം ഉൾപ്പെടെ CMLR നിന്ന് പണം വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. വേറൊരു കാര്യം, ഞാനൊരു മാധ്യമത്തെ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷെ മാധ്യമങ്ങൾ പൈസ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ മാസപ്പടി? ഒരു കമ്പനി മറ്റൊരു കമ്പനിയുമായി, 2 കമ്പനികൾ തമ്മിലുള്ള കരാർ. ആ കരാറിൽ സേവനം കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്, വാർഷിക കരാർ ഉണ്ടാക്കുന്നു. ഈ വാർഷിക കരാറിൻ്റെ ചെയ്ത്തിനെയും പണത്തെയും മാസങ്ങളായിട്ട് പണമെടുത്ത് ഹരിച്ചു കുണിച്ച് അതിന് മാസപ്പടി എന്ന് പേര് കൊടുക്കുന്നതിൻ്റെ ലോജിക്ക് എന്താ? കേരളത്തിൽ ഞാനും ഒരു ചെറിയ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഭരണകേന്ദ്രത്തിൽ ഇരുന്ന ഞാനും AMC കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഒരു ഫാമുമായി ബന്ധപ്പെട്ട് 1.5 കോടി രൂപയുടെ ഉപകരണം, ആ ഉപകരണത്തിന് ആനുവൽ മെയിൻ്റനൻസ് കരാർ അവർ ചില കമ്പനി പലരും വന്നു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ചർച്ച നടത്തിയിട്ട് സാമാന്യം മികച്ച ഒരു കമ്പനിക്ക് കൊടുത്തു. അവർ അടുത്ത മാസം സേവനം തരണമെന്നില്ല. 3 മാസമോ 1 വർഷമോ കഴിയുമ്പോഴാണ് നമ്മുടെ ഉപകരണം കേടാവുന്നതെങ്കിൽ അപ്പോൾ അവർ സേവനം തരാൻ ബാധ്യസ്ഥമാണ്. അവർക്ക് മാസക്കണക്കല്ല പൈസ കൊടുക്കുന്നത്. ഇതിനെ മാസക്കണക്കായിട്ട് ഹരിച്ചു കുണിച്ചെടുക്കണ്ട. അത് ഏറ്റവും വലിയ അപകടം. ഇനി അടുത്ത എന്താ? ഇത് നികുതി. ഇത് ഏതാ കേസ്? ഇവരുടെ പേരിലുള്ള കേസല്ല. CMLR കമ്പനി നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞെടുത്ത കേസാ. ആ കേസുമായിട്ട് അവർ കോടതിയിൽ പോയി ഞങ്ങളെ അതിൽ നിന്ന് വിമുക്തമാക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് അന്വേഷണം നടത്തോളാൻ പറഞ്ഞത്. അതല്ലാതെ പിണറായി വിജയൻ്റെ മകൾ നികുതി വെട്ടിപ്പ് നടത്തിയ കേസല്ല ഇത്. അവർ നിയമപരമായിട്ടാണ് പണം കൈപ്പറ്റിയിട്ടുള്ളത്. ഇനി പിണറായി വിജയൻ മോഡിയുടെ കക്ഷത്തിലാണ് എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. പിണറായി വിജയനെ മോഡിയുടെ കക്ഷത്തിൽ വെച്ചാൽ പിണറായിയെ കിട്ടുമോ? പിണറായിയെ BJPക്ക് കിട്ടുമോ? ഒരു ത്ലായ്പ് കാലിൽ വെച്ച് 30-40 തെങ്ങ് കയറി ആ തെങ്ങിൽ നിന്ന് കിട്ടുന്ന കള്ള് കൊണ്ടുവന്ന് റേഷൻ വാങ്ങിച്ചു കൊടുത്ത കോരൻ്റെ മകനാണ് പിണറായി വിജയൻ. കൂട്ടിക്കൊടുപ്പുകാരൻ്റെ മകനല്ല പിണറായി വിജയൻ. ഓർക്കുന്നതല്ലതാ. ആസാമിലെ ബിസ്വന്ത് ശർമ്മയ്ക്ക് മുഖ്യമന്ത്രിയാകാനുള്ള MLA മാർ മൊത്തം കയ്യിലുണ്ട്. കോൺഗ്രസിൽ തന്നെ ഉണ്ട് കയ്യിൽ. ആ MLA-കാരാണ്ട BJPയിലേക്ക് പോയ ED പേടിച്ച്. ആ MLA-മാരെ കൊണ്ടാ പോയെ. സുവേന്ദു അധികാരി പണം കൈനീട്ടി വാങ്ങുന്നതിൻ്റെ പരാതിയുണ്ട്. അതിലാണ് ED കേസെടുത്തത് സുവേന്ദു അധികാരിയെ. BJP ചെന്നപ്പോൾ മാറി. തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാൽ അത് ശുദ്ധമാകുമെന്ന് പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്. അതുകൊണ്ട് ED സ്പർശമേറ്റാൽ എല്ലാവരും മാന്യന്മാരാകും. ഈ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും നാഷണൽ ഹെറാൾഡ് കേസിൽ അനധികൃതമായിട്ടാണ് അന്വേഷണം നടത്തുന്നതെന്നും അവരെ 5 ദിവസം ചോദ്യം ചെയ്തേ. അതിനെക്കുറിച്ച് ആദ്യം ഇന്ത്യ രാജ്യത്ത് എതിർ സ്റ്റേറ്റ്മെന്റ് ഇറക്കി. ആ EDക്കെതിരായിട്ട് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയ ആളിന്റെ പേരുകൂടിയാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കേരളത്തിൽ വന്ന് ചോദിച്ച ആളാ രാഹുൽ ഗാന്ധി. ഇന്ത്യ രാജ്യത്ത് അരവിന്ദ് കെജ്രിവാൾ മോശമാ, MK സ്റ്റാലിൻ മോശമാ, തേജസ്വി യാദവ് മോശമാ, നമ്മുടെ ഇവരുടെ മൽഹോത്ര, തൃണമൂലിന്റെ മൽഹോത്ര MP ഇവരൊക്കെ മോശമാ. ഇവരൊക്കെ പ്രതികരിച്ചപ്പോൾ നമ്മുടെ VD സതീശൻ സാറിന്റെ മുഖം എന്താ? ഗോപികൃഷ്ണൻ അറിയാമല്ലോ, മണിച്ചിത്രത്താഴിലെ ഏറ്റവും ഹൈലൈറ്റ് സീനാണ്. അതിൻ്റെ ഏറ്റവും അവസാനം കുതിരവട്ടം പപ്പു ഒരു അരഭിത്തിക്കകത്ത് കയറിയിരുന്ന് മുട്ടിൻ്റെ മേൽ കാല് വെച്ചിട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ,
എന്തെങ്കിലും ഒരു ഭാവവ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ ഭാവാഭിനയമാണ് കേരളത്തിൽ ED കയറിയതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് റാങ്കിൽ പെടുന്നവർക്ക് ഈക്വലായ ഒരു പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം പോയി വീട്ടിൽ പോയി കണ്ട മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ ചടങ്ങിൽ മാന്യമായി പങ്കെടുത്ത് ആശംസ അർപ്പിച്ച ഒരു മുഖ്യമന്ത്രിയെ 7 മണിക്കൂർ നേരം വെള്ളം കൊടുക്കാതെ തടഞ്ഞു വെച്ചപ്പോ അത് ശരിയല്ല എന്ന് പറയാനുള്ള മര്യാദ കാണിക്കാത്ത ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പോയി സെറ്റിൽമെന്റ് ഉണ്ടാക്കിയപ്പോ പിറ്റേന്ന് ഇവിടെ അന്വേഷണമായിട്ട് വന്നു. അദ്ദേഹം പോത്തിനെ ചാരി പൂട്ടുകാരനെ അടിക്കാന്നൊന്നും എനിക്കറിയാൻ വയ്യ. കാരണം പണ്ട് ജന്മികളുടെ കാലത്ത് ഈ ഉഴവ് നടക്കുമ്പോൾ പൂട്ടുകാരനെ ഒരു അടിയടിക്കണമെങ്കിൽ പോത്തിനെ അടിക്കുന്ന ഭാവത്തിൽ പൂട്ടുകാരനെ അടിക്കും. അതുപോലെ അടിച്ചതാണോ ഇല്ലോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് താങ്കളുടെ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയതല്ലോ. ഇനിയിപ്പോ ജിൻഡോയുടെ മറുപടി നമുക്ക് കേൾക്കാം. ശ്രീ ജിൻഡോ ജോൺ, താങ്കളുടെ മറുപടി. ഞാൻ ഒരു നിമിഷം സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ കൂടി നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ശ്രീ ജിൻഡോ, താങ്കൾ പറഞ്ഞ ശേഷം. ഓക്കെ, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം ഗോപി. എനിക്ക് ഒന്ന് ശ്രീ ഗോപൻ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, അദ്ദേഹം രണ്ടാമത്തെ ടേണിൽ പറഞ്ഞതിൽ ആദ്യത്തെ വാചകത്തിൽ നിന്ന് മനസ്സിലായത് ഇന്നലെ നടന്ന അക്രമത്തിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന് പറയില്ല എന്ന്. അതിൻ്റെ അർത്ഥം പാർട്ടിക്ക് പങ്കുണ്ട്. നാട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. അദ്ദേഹം സമ്മതിച്ചതിന് വലിയ നന്ദിയുണ്ട്. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞ AKG സെൻറ്റർ അഡ്രസ്സായിട്ട് വീണ തൈക്കണ്ടിൽ കമ്പനി രജിസ്റ്റർ ചെയ്ത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയായി 17 കൊല്ലമായിരുന്നു, 10 കൊല്ലം മുഖ്യമന്ത്രിയായിരുന്നു, പക്ഷേ സ്വന്തമായി തിരുവനന്തപുരത്ത് വീടില്ല, അതുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് അഡ്രസ്സായിട്ട് കൊടുത്തു എന്നാണ്. ഞാൻ മനസ്സിലാക്കുന്ന അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട് IT കമ്പനി തുടങ്ങി, മാസപ്പടി വാങ്ങി, കോടിക്കണക്കിന് രൂപ ബാങ്ക് അക്കൗണ്ടിൽ വന്ന ഒരു കമ്പനി മുതലാളിയുടെ അച്ഛന് സ്വന്തമായി ഒരു വീടുണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഇവരുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇലക്ഷൻ അഫിഡവിറ്റി കൊടുത്തപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ ലക്ഷക്കണക്കിന് രൂപയുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇതൊക്കെ ഉണ്ടായിട്ടും സ്വന്തമായിട്ട് ഒരു വീട് ഉണ്ടാക്കാൻ പറ്റാത്ത ദാരിദ്ര്യമാണെങ്കിൽ ആ ലൈഫ് മിഷനിൽ പെടുത്തിയ ഒരു വീട് പിണറായി വിജയൻ കൊടുക്കാൻ. കണ്ണൂരിൽ വീടുണ്ട്. അല്ല, ഞാൻ പറയട്ടെ പ്ലീസ്. ലൈഫ് മിഷൻ അദ്ദേഹത്തിന് കണ്ണൂരിൽ വീടുണ്ട്. കണ്ണൂരിൽ വീടുണ്ട്. അല്ല, അത് തന്നെ അത് ഇങ്ങനെ വ്യാഖ്യാനിക്കണ്ട. കണ്ണൂരിൽ അദ്ദേഹത്തിന് വീടുണ്ട്. ശരി, നിങ്ങൾ നേരത്തെ കാണിച്ച മണിമാളികയല്ലെന്ന് മാത്രമേ സാധാരണ വീടുണ്ട്. താങ്കൾ പറഞ്ഞതിന് എന്തെങ്കിലും ആവട്ടെ, അദ്ദേഹത്തിന് എവിടെയെങ്കിലും വീടുണ്ടാകട്ടെ. താങ്കൾ പറഞ്ഞതിനുള്ള മറുപടിയാണ് പറഞ്ഞത്. വീണ തൈക്കണ്ടലിന് കണ്ണൂരിലെ വീട് വെച്ചിട്ട് അഡ്രസ്സ് കൊടുത്ത് കമ്പനി രജിസ്റ്റർ ചെയ്യാമായിരുന്നു, അതും ചെയ്തില്ലല്ലോ. തിരുവനന്തപുരത്തുള്ള AKG സെന്റർ തന്നെ വെക്കണമെന്ന് നിർബന്ധം ഉണ്ടായത് എന്തുകൊണ്ടാണ്? അപ്പോൾ വീടില്ലാത്തൊരു പാവപ്പെട്ട കുടുംബത്തിലെ അംഗമാണെങ്കിൽ ആ ലൈഫ് മിഷനിൽ നിന്ന് ഒരു വീട് പെടുത്തി കൊടുത്താൽ മതിയായിരുന്നു. ഇനി ആനുവൽ മെയിൻ്റനൻസ്, താങ്കൾ ഏതോ കമ്മിറ്റിയിൽ ഇരുന്നപ്പോൾ ഏതോ മെഷീൻ വാങ്ങി അതിൻ്റെ ആനുവൽ മെയിൻ്റനൻസ് കൊടുക്കാറുണ്ട് എന്നൊക്കെ താങ്കൾ പറഞ്ഞു. ശരിയായിരിക്കാം, ലോക്കൽ ബോഡീസൊക്കെ അങ്ങനെ പർച്ചേസ് ചെയ്യാറുണ്ട്. ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ, CMRL കമ്പനിക്ക് വീണ തൈക്കണ്ടിൽ കൊടുത്ത മെഷീൻ ഏതാണ്? ഏത് മെഷീൻ്റെ ആനുവൽ മെയിൻ്റനൻസിനാണ് ഈ 2,78,00,000 രൂപ വാങ്ങിയത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഇടയില്ലെന്നേ. EDയുടെ നോട്ടീസ് വേണ്ട, SFIയുടെ അന്വേഷണം ഒന്നും വേണ്ട. എന്ത് ആനുവൽ മെയിൻ്റനൻസ്, ഏത് മെഷീൻ കൊടുത്തതിന്റെ പേര്? വീണ വിജയൻ മെഷീൻ ഫാക്ടറി ഉണ്ടാക്കുന്നില്ല. പിന്നെ എന്തിനാണ് കരാർ ഉണ്ടാക്കിയത്? നിങ്ങൾ പിന്നെ എന്തിനാണ് കരാർ ഉണ്ടാക്കിയത്? പിന്നെ അടുത്തത് താങ്കൾ പറഞ്ഞത് പിണറായി വിജയൻ വെള്ളം കുടിച്ചോ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വെള്ളം കുടിച്ചോ എന്ന് മുഖ്യമന്ത്രി VD സതീശൻ അന്വേഷിച്ചില്ല അത്രേ. ഞാൻ ചോദിക്കട്ടെ, കോടിയേരിയുടെ മകൻ ഇതുപോലെ അന്വേഷണം നേരിട്ടപ്പോൾ കോടിയേരിയുടെ മകൻ ബിനീഷ് കോടിയേരിയും വെള്ളം കുടിച്ചോ എന്ന് അന്ന് പിണറായി വിജയൻ ചോദിച്ചോ? അത് ആ കുടുംബത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്, ആ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അവർ നേരിട്ട് കോടതിയിൽ പോയി കേസ് അന്വേഷിച്ച് ബാക്കി കാര്യങ്ങളുമായിട്ട് നടന്നോളും എന്നല്ലേ അന്ന് പിണറായി വിജയൻ പറഞ്ഞത്. ഇപ്പൊ പിന്നെ പിണറായി വിജയൻ വെള്ളം കിട്ടിയെന്നുള്ള കരച്ചിൽ എന്തിനാണ്? ഇവിടെ കൂട്ടിക്കൊടുപ്പുകാരന്റെ മകൻ, കൂട്ടിക്കൊടുപ്പുകാരന്റെ മകനല്ല എന്ന് പറഞ്ഞു. ആരെയാണ് താങ്കൾ കൂട്ടിക്കൊടുപ്പുകാരൻ എന്ന വാക്ക് ഉപയോഗിച്ചത്? ഈ CPM-ന്റെ നേതാക്കന്മാർ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ പിണറായി വിജയന്റെ സ്കൂളിൽ പഠിക്കുന്നത് കൊണ്ടാണ്. ഈ അല്ല, ഞാൻ പറഞ്ഞത് താങ്കൾ ആരെയാണ് കൂട്ടിക്കൊടുപ്പുകാരന്റെ മകൻ എന്ന് ഉദ്ദേശിച്ചത്? താങ്കൾ ആരെയാണ് ഉദ്ദേശിച്ചത്? താങ്കളുടെ നേതാവിന്റെ മകൾ മാസപ്പടി വാങ്ങിയ വിഷയത്തിൽ ഏത് സേവനം ചെയ്തിട്ടാണെന്നുള്ള മറുപടി കിട്ടാതിരിക്കുമ്പോൾ നാട്ടിൽ ഇത്തരം വിഷയങ്ങൾ പറയുന്ന മുഴുവൻ ആളുകളെയും കൂട്ടിക്കൊടുപ്പുകാരന്റെ മകൻ എന്നൊക്കെ ആക്ഷേപിക്കുന്നത് ഏത് തരം ലാംഗ്വേജ് ആണെന്ന് താങ്കൾ പരിശോധിക്കണം, അത് പഠിക്കണം. അതാണ് ഇടതുപക്ഷ ബോധം എന്നുള്ളത്. അത് താങ്കൾക്ക് നഷ്ടപ്പെട്ടു പോയി. മുൻ മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന്റെ മകൾ മാസപ്പടി വാങ്ങിയ വിഷയത്തിൽ എന്ത് സേവനം കൊടുത്തിട്ടാണെന്നുള്ള ഒറ്റ ഉത്തരം കിട്ടാത്തത് കൊണ്ട് നാട്ടിൽ ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ആളുകളെ മുഴുവൻ. അക്കാഡമിക് വിഭാഗത്തേക്ക് പോകണം. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, EDയുടെ വരവും ഇന്നലെ നടത്തിയ പരിശോധനയും അതിന്റെ ഭാഗമായി കേരളത്തിലുണ്ടായ സംഭവങ്ങളും ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് താങ്കൾ കണ്ടു കാണുമല്ലോ, അറിഞ്ഞു കാണുമല്ലോ. എന്താകും ഈ കേസിന്റെ ഭാവി? അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഒരു മിനിറ്റ്. ശ്രീ PK ഗോപൻ, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, താങ്കളുടെ സമയം. കേസിന്റെ ഭാവി എന്താകും എന്നുള്ളത് ഹൈക്കോടതിയുടെ ഇന്നലത്തെ ഓർഡറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കേസിൽ ഇതൊരു പ്രാഥമികമായിട്ടുള്ള സ്റ്റേജിലാണ്. ആദ്യത്തെ ഒരു സ്റ്റേജിൽ മിനിഞ്ഞാന്നത്തെ ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട്. അതിൽ പേജ് 15 ഈ CMRL കമ്പനി അവിടെ കോടതിയിൽ അപ്രോച്ച് ചെയ്തപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാണ് കോടതിയിൽ ഈ അന്വേഷണം തടയാൻ വേണ്ടി അല്ലെങ്കിൽ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി പോയതെന്ന് പറയുന്നുണ്ട്. ഇതിൽ പറയുന്നത് റിപ്പറ്റേഷൻ ഇപ്പം നിൽക്കും,
റിപ്പറ്റീഷൻ ഈ സമൻസ് ഇഷ്യൂ ചെയ്തിട്ടേ ഉള്ളൂ, വന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനും കാര്യങ്ങൾ കണ്ടെത്താനും ഉള്ള ഒരു അന്വേഷണത്തിന്റെ ആ ഒരു പ്രാഥമികമായിട്ടുള്ള സ്റ്റേജിൽ പോലും തടയാൻ ശ്രമിക്കുകയാണ്. അതില് PMLA-യുടെ എൻക്വയറി ഒരു FIR ഇല്ലാതെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഈ ചോദ്യങ്ങൾക്കെല്ലാം പെറ്റീഷണർക്ക് എഗൻസ്റ്റ് ആയിട്ട് CMRL-നെതിരായിട്ടാണ് ഹൈക്കോടതി ഉത്തരം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ഒരു സെറ്റിൽമെന്റ്, ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിൽ ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കി. ആ സെറ്റിൽമെന്റ് കഴിഞ്ഞതോടുകൂടി ഇമ്മ്യൂണിറ്റി കിട്ടിയെന്നാണ് ഇവർ വിചാരിച്ചിരുന്നത്. അതായത് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന്. അപ്പൊ അതിൽ ഹൈക്കോടതി വ്യക്തമായിട്ട് രേഖപ്പെടുത്തി അത് ഇൻകം ടാക്സ് പർപ്പസസിന് വേണ്ടിയിട്ട് പുതുതായിട്ടുള്ള കേസുകൾ ഉണ്ടാകുന്നില്ല. പക്ഷെ അവിടെ ഒരു സീരിയസ് ഫ്രോഡ് നടന്നിട്ടുണ്ടെന്നുള്ള ഒരു അലിഗേഷനാണ്. ഇപ്പൊ ഷോൺ ജോർജ് കൊടുത്ത അലിഗേഷൻ ഇത് തന്നെ കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്ട്രിയിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കുകയാണ്, ഇതിലൊരു സീരിയസ് ഫ്രോഡ് നടന്നിട്ടുണ്ട്. അപ്പൊ ഒരു ഫ്രോഡ് നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണം നടത്താനുള്ള അധികാരമുണ്ട്. ആ അന്വേഷണം നടത്താനുള്ള അധികാരം മാത്രമേ ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളൂ, അതിന്റെ അടുത്ത പടിയിലേക്ക് പോയിട്ടില്ല. അപ്പൊ എപ്പോഴും കോടതിയിൽ വരാനും ഇത് നിയമപരമായിട്ട് നേരിടാനുമുള്ള അവകാശങ്ങളെല്ലാം നിങ്ങൾക്കുണ്ട് എന്നിരിക്കെ ഈ ഒരു അന്വേഷണത്തെ ഈ സ്റ്റേജിൽ തടയാൻ കഴിയില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അപ്പൊ ഇത് പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഇതൊന്നും ഇവിടെ നേരത്തെ സംസാരിച്ച ഇടതുപക്ഷ പ്രതിനിധി ദൗർഭാഗ്യവശാൽ അതിനൊന്നും ഒരു ഉത്തരവും പറയുന്നില്ല. അദ്ദേഹം വളരെ വേറെ പല കാര്യങ്ങളും പറഞ്ഞ് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. പിന്നെ ഇതിൽ മുഖ്യമന്ത്രിക്ക് യാതൊരു റോളുമില്ല, സ്റ്റേറ്റ് ഗവൺമെന്റിന് യാതൊരു റോളുമില്ല. സെൻട്രൽ ഏജൻസിയാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു അന്വേഷണ ഏജൻസിയാണ് വരുന്നത് ചോദ്യം ചെയ്യാനായിട്ട്. അവസാനം വന്നിട്ട് അല്ല സാർ അവസാനം വന്നിട്ട് തെറ്റിദ്ധരിപ്പിക്കാതെ ഇതിൽ വീണ ജോർജ് കക്ഷിയാവുന്ന എങ്ങനെയാ, വീണ തൈക്കണ്ടി കക്ഷിയാവുന്ന എങ്ങനെയാ, CMLR-മായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവര് സീരിയസ് ഫ്രോഡ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ഇവര് കക്ഷിയാവുന്ന എങ്ങനെയാ? അത് സാർ വിശദീകരിച്ചോട്ടെ. സാറ് വിശദീകരിക്കുമ്പോ അത് പറയും. ഇത് CMLR ഇവരുടെ കമ്പനി അല്ല. അങ്ങനെ അവസാനം വന്നിട്ട് നിങ്ങൾ ചാൻസ് കൊടുത്താൽ അങ്ങനെ അല്ല എന്തിനാ തെറ്റിദ്ധരിപ്പിക്കുന്നത്? CMLR വീണ ജോർജിന്റെ കമ്പനി അല്ല. വീണ ജോർജിന്റെ കമ്പനി എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേസ് അല്ല ഇത്. ഇത് CMLR ആ കേസാണ് പിണറായി വിജയന്റെ മകൾ. ആദ്യം വീണ ഏത് വീണയാണെന്നും ഏത് കമ്പനിയാണെന്ന് ആദ്യം ഇന്നലത്തെ ഹൈക്കോടതി വിധിയില് ശ്രീമതി വീണ വിജയന്റെ പേരുണ്ട്. ഇതിൽ പറയുന്ന വസ്തുതകള് എന്തെല്ലാം വസ്തുതകൾ പറഞ്ഞില്ലല്ലോ. പറഞ്ഞോളൂ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, കേൾക്കാം. സാധാരണ ഒരാൾക്ക് നമുക്ക് ആർക്കെങ്കിലും ഒരു അന്വേഷണത്തിനൊരു സമൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കോടതി പോകാതിരിക്കാനായിട്ട് വല്ല അന്വേഷണത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കുമോ? അതിൽ കാറ് തല്ലിപ്പൊളിക്കാനോ അല്ലെങ്കിൽ അണികളോട് നിങ്ങൾ പ്രതികരിക്കണമെന്ന് പറയാനോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് വന്നിട്ട് മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി എന്തിന് പ്രതികരിക്കണം? ഒരു പ്രൈവറ്റ് ഒഫൻസ് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ നടത്തുന്ന ഒരു അന്വേഷണം. അങ്ങനെ ഒരു കുറ്റമേ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമായി ഈ കാര്യങ്ങൾ വസ്തുതകളെല്ലാം പറഞ്ഞാൽ പോരെ. അന്വേഷണങ്ങൾ നടത്തുന്നതും ഒരു വസതിയിൽ റെയ്ഡ് നടത്തുന്നതും രാഹുൽ ഗാന്ധി എന്തിനാ പ്രതികരിച്ചത്? രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്ത രാഹുൽ ഗാന്ധി എന്തിനാ ED ചോദ്യം ചെയ്യാത്തതിനെ കുറിച്ച് പ്രതികരിച്ച് എങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി അദ്ദേഹം അതിന്റെ രാഷ്ട്രീയ വശമാണ് സംസാരിക്കുന്നത്. ശ്രീ PK ഗോപൻ അദ്ദേഹം സുപ്രീം കോടതിയിൽ അഭിഭാഷകനാണ്. അദ്ദേഹം അതിന്റെ നിയമവശങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്, അതിന്റെ സാങ്കേതിക കാര്യങ്ങളാണ് പറഞ്ഞത്. ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ആ ഹർജി തള്ളിയതിന്റെ പശ്ചാത്തലവും ഈ കേസ് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന കാര്യവുമാണ് അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ വിശദീകരിച്ചത്. ഏതായാലും അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ഈ ചെറിയ സമയത്താണെങ്കിലും താങ്കൾ ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ എത്തിയതിൽ പ്രത്യേകം നന്ദി. നമുക്ക് നോക്കാനുള്ളത് ഇനി ഇതിനകത്ത് ഈ കേസിന്റെ തുടർ മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് ഇതിനെ CPM രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ പോകുന്നത്? ഈ കേസിൽ ഇനി കൂടുതൽ പേരുണ്ടെങ്കിൽ അത് ഭരണപക്ഷത്തുള്ള ആളുകളിലേക്ക് കൂടി നീളുന്ന തരത്തിലേക്ക് ED അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ പോവുകയുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും വരും ദിവസങ്ങളിൽ ചർച്ചയാകാൻ പോകുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നമുക്ക് നാളെ കാണാം ഇതേ സമയം. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.